ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. ഫ്യൂവൽ സെൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കൺവേർഷൻ എന്താണ്? കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പൊ ഇത് കൊടുത്തിട്ടോ ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസിൽ എഴുതുക സെൽ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഫ്യൂവൽ സെൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഫ്യൂവൽ സെൽസ്. നാളേക്ക് വരുമ്പോഴേ ഈ പ്രൈമറി സെക്കൻഡറി സെല്ലുകളുടെ 2 സെല്ലുകൾ വീതം പഠിപ്പിച്ചിരുന്നു. അതിന്റെ ആനോഡ് കാഥോഡ് പഠിക്കണം കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം എഴുതിയുള്ളൂ. അതിന് പഠിച്ചിട്ടുണ്ടാവില്ല. ആനോഡ് കാഥോഡ് ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. പറയാൻ പറ്റുമോ? ഇതാ. അത് നാളേക്ക് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ. ശ്രദ്ധിച്ചേ, ഫ്യൂവൽ സെൽസ്. ഇപ്പൊ എന്താണ് ഫ്യൂവൽ സെൽസ്? ഫ്യൂവൽ സെൽസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു പാത്രം വേണം. ശ്രദ്ധിക്കേണ്ട ഒരു സംസാരമില്ല ക്ലാസ്സിൽ. ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സിമ്പിൾ ആണെന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് എപ്പോഴും എന്താണ് വരുന്നത്? ഇപ്പൊ നമ്മൾ ആ പ്രിന്റ് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോരം തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കണ്ടെയ്നർ എടുക്കുന്നു. ആ കണ്ടെയ്നറിൽ 2 ഗ്രാഫൈറ്റ് റോഡുകൾ എന്ത് ചെയ്യാണ്? നമ്മൾ പിടിപ്പിക്കുകയാണ്. ഓക്കെ. 2 ഗ്രാഫൈറ്റ് റോഡുകൾ, കാർബൺ റോഡുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇലക്ട്രോഡ് ഇനേർട്ട് ആണ്. അതായത് ഇലക്ട്രോഡ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഈ ഗ്രാഫൈറ്റ് റോഡിന്റെ ഉള്ളില് പ്ലാറ്റിനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനത്തിന്റെ ഒരു കവറിങ് ഈ ഗ്രാഫൈറ്റ് റോഡുകളിൽ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നിൽക്കണം? നമ്മുടെ ഇലക്ട്രോഡുകൾ നിൽക്കണമെന്ന് കരുതാം. ഇതില് നമ്മൾ നടുക്കില് എന്തെടുക്കണം? ഇലക്ട്രോലൈറ്റ് എടുക്കണം. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് NaOH അല്ലെങ്കിൽ എന്താണ് KOH പോലുള്ള ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ഇതുവരെ ഈസി അല്ലേ? ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭാഗത്തൂടെ നമ്മൾ ആരെ കയറ്റി വിടുകയാണ്? ഒരു ഭാഗത്തൂടെ നമ്മൾ ഓക്സിജൻ ഗ്യാസിനെ എന്ത് ചെയ്യാണ്? കയറ്റി വിടുകയാണ്. ഒരു ഭാഗത്തൂടെ ആരെ കയറ്റി വിടുന്നത്? ഓക്സിജൻ ഗ്യാസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. ഇപ്പുറത്തെ ഭാഗത്തൂടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇലക്ട്രോലൈറ്റിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോഡുകളുടെ ഉള്ളിലൂടെ പോറസ് ആണ്. പോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉള്ളിൽ പൊള്ളയാണ്, കുറെ സുഷിരങ്ങൾ ഉണ്ടാവും. അതിലൂടെ നമ്മൾ ആരെയാണ് കയറ്റിവിടാൻ ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രജനെ കയറ്റിവിടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ 2 ഇലക്ട്രോഡുകൾ ഒരു സൈഡിലൂടെ ആരാണ് കയറുന്നത്? ഓക്സിജൻ കയറുന്നു. മറ്റേ സൈഡിലൂടെ ആര് കയറുന്നു? ഹൈഡ്രജൻ കയറുന്നു. ഓക്കെ. ഈ 2 ഇലക്ട്രോഡുകളിൽ ഒരെണ്ണം ആനോഡായിട്ടും ഒരെണ്ണം കാഥോഡായിട്ടും വർക്ക് ചെയ്യും. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് നമുക്കറിയാം. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ. കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ. ഓക്കെ. അപ്പോ ഒരെണ്ണം കാഥോഡായിട്ടും ഒരെണ്ണം ആനോഡായിട്ടും വർക്ക് ചെയ്യും. ഇവിടെ ചെറിയൊരു ഹോള് വേണം. അതെന്തിനാന്നുള്ളത് പറയാം. അപ്പൊ ഈ പോറസ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളുടെ ഉള്ളിലൂടെ ആര് കിടക്കാണ്? ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങോട്ട് വരും. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വരികയാണ്. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഏത് അയോൺസ് സങ്കല്പിക്കാം? H+. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OH- ആണ് കൊണ്ടുവരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് കണ്ടാണ്. OH- ആണ് വാട്ടർ എന്ത് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് ഓക്സിജൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ 2 അയോൺസ് ആണ് H+, അതുപോലെ OH- അല്ലെങ്കിൽ ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും. അത് ഇക്വേഷൻ എഴുതുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആനോഡിലേക്ക് ചെല്ലും. ഹൈഡ്രജൻ ആനോഡിലേക്ക് ചെല്ലുമ്പോ എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് ചെല്ലുന്നത് അല്ലെ? ഹൈഡ്രജൻ ആനോഡിൽ പോയിട്ട് എന്ത് ചെയ്യും? എന്ത് പ്രോസസ്സിന് വിധേയാവും? ഹൈഡ്രജൻ പറയൂ. ആനോഡിൽ പോയിട്ട് എന്ത് പ്രോസസ്സിന് വിധേയാവും? ഓക്സിഡേഷന് വിധേയാവും. ഓക്കെ. ഈ ആനോഡ് ഇലക്ട്രോഡ് ഒരെണ്ണം കാഥോഡ് ഇലക്ട്രോഡ് ആണ്. ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ വയർ പോകണമെന്ന് കരുതാം. അപ്പൊ എന്താ? ഹൈഡ്രജൻ ഗ്യാസ് നമ്മുടെ ഇലക്ട്രോഡിൽ പോയിട്ട് ഓക്സിഡേഷന് വിധേയാവും. ഓക്സിഡേഷന് വിധേയാവുക എന്ന് പറയുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് എന്താ ചെയ്യാ? പറയാ വിട്ടുകൊടുക്കുന്നു. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിലേക്ക് പോയിട്ട് ആരെ വിട്ടുകൊടുക്കുകയാണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. ആരെ വിട്ടുകൊടുക്കുകയാണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോ ഈ ഇലക്ട്രോഡില് ആര് കയറി വരും? ഈ ഇലക്ട്രോഡില് ഇലക്ട്രോൺസ് കയറി വരും. ഇത് ആര് വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് ആണ്? ആര് വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് ആണ്? ഹൈഡ്രജൻ വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് ആണ്. അത് നമ്മള് ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ കണ്ടതുപോലെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ വന്നിട്ട് എവിടേക്ക് എത്തും? കാഥോഡിലേക്ക് എത്തും. ആ കാഥോഡിലേക്ക് ആരാണ് വരുന്നത്? കാഥോഡിലേക്ക് ഏത് ഗ്യാസ് വരുന്നത്? ഓക്സിജൻ ഗ്യാസ് ആണ് വരുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ ഓക്സിജൻ ഗ്യാസ് ആ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് എന്തിന് വിധേയമായിട്ട് മാറും? റിഡക്ഷന് വിധേയമായിട്ട് മാറും. എന്നിട്ട് നമുക്ക് റിഡക്ഷന് വിധേയാവുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. ഓക്സിജൻ അതിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടെന്ന് ഇക്വേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജന് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു.
ഓക്സിജനെ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ അവിടെ ഈ ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും ഫലമായിട്ട് നമ്മൾ സിങ്കിന്റെയും കോപ്പറിന്റെയും കേസിലൊക്കെ കണ്ടതാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ എല്ലാ സെല്ലുകളിലും കണ്ടത് തന്നെയാണ് അല്ലെ. ഒരു സ്ഥലത്ത് എന്താണ് ഓക്സിഡേഷൻ, മറ്റേ സ്ഥലത്ത് എന്താ റിഡക്ഷൻ. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്ത് വരികയാണ്? ട്രാൻസ്ഫർ വരികയാണ്, ഫ്ലോ വരികയാണ്. ആ ഫ്ലോയാണ് നമുക്ക് എന്തായിട്ട് ലഭിക്കുന്നത്? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോ ഇങ്ങനെ ഓക്സിജനും ഹൈഡ്രജനും ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമായിട്ട് ഇത് നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ എത്ര സമയം നമ്മൾ ഇവിടുന്ന് ഹൈഡ്രജനും ഓക്സിജനും സപ്ലൈ ചെയ്യുന്നുവോ അത്രയും സമയം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആ ഇലക്ട്രോഡുകളിലേക്ക്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്യൂവൽ സെൽ. എന്താണ്? ഫ്യൂവൽ സെൽ. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജൻ ആണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ അല്ലെ. ഇലക്ട്രോഡുകൾ ഇനേർട്ട് ആയിട്ടുള്ള ഇലക്ട്രോഡുകളാണ്. ഇലക്ട്രോഡിനല്ല റിഡക്ഷൻ സംഭവിക്കണേ. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആർക്കാണ്? ഹൈഡ്രജനും ഓക്സിജനും ആണ്. നമ്മളത് ഷീല് കണ്ടിരുന്നു അല്ലെ. ഷീല് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് സപ്ലൈ ചെയ്തത്. എങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്തത്? പ്ലാറ്റിനത്തിലേക്കാണ് സപ്ലൈ ചെയ്തത് അല്ലെ. പ്ലാറ്റിനം ആണോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അല്ല. ആരാണ്? ഹൈഡ്രജൻ ആയിരുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ രണ്ട് കേസിലും, ഓക്സിജന്റെ കേസിലും ഹൈഡ്രജന്റെ കേസിലും. അപ്പൊ ഇതിനെയാണ് H2O2 സെൽ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. അപ്പൊ എത്രയോ സമയം നമ്മളിത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇൻഫിനിറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ നല്ല സെല്ലാണ് അല്ലെ. കാരണം എന്താ? ഹൈഡ്രജൻ ഓക്സിജൻ എന്ത് ചെയ്താൽ മതി? കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇനേർട്ട് ആയിട്ടുള്ള ഇലക്ട്രോണുകളാണ്. നടുക്കിൽ എന്ത് വേണം? ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ ഏതോ ആവാം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ആവാം. കുഴപ്പമില്ലല്ലോ. ഇതിനെയാണ് എന്ന് പറയുന്നത് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് സെറ്റപ്പ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സംഭവം ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പൊ പടം ഒന്ന് വരച്ചേ. പടം ഒന്ന് വരച്ചേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന സാധനങ്ങളാണ്. KOH മാർക്ക് ചെയ്താൽ മതി. NOH ഉപയോഗിക്കാം. ബുക്കിൽ കൊടുത്തിട്ടുള്ളത് KOH ആണ്. അതുകൊണ്ട് KOH മാർക്ക് ചെയ്തു കേട്ടോ. ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ തന്നെയാണ് എന്ത്? ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ ഈസ് ഇലക്ട്രോകെമിക്കൽ സെൽ ഫോർ എന്താണ്? കണ്ടിന്യൂസ് അല്ലേ. ഫോർ കണ്ടിന്യൂസ് കൺവേർഷൻ ഓഫ് ദ quotient of free energy. ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഗിബ്സ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കെമിക്കൽ എനർജി എന്ന് എഴുതാം കേട്ടോ. ഫ്രീ എനർജി into എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. ഫ്രീ എനർജി into ഇലക്ട്രിക്കൽ എനർജി. നമ്മള് കെമിക്കൽ എനർജിനെ എന്തായിട്ട് മാറ്റാൻ പറ്റും? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത് കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇതിന്റെ എഫിഷ്യൻസി ഏകദേശം വരുന്നത് 74% കേട്ടോ. എഫിഷ്യൻസി 74%. പടം വരച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എഫിഷ്യൻസി എത്ര ശതമാനമാണ് വരുന്നത്? 74% ആണ് എന്ത് വരുന്നത്? ഇതിന്റെ എഫിഷ്യൻസി വരുന്നത്. നോട്ട് ബോർഡിൽ എഴുതുന്നുണ്ട്, അത് എഴുതി പോവാട്ടോ. ഇത് കൺസിസ്റ്റ് ഓഫ് എ porous carbon electrodes containing porous carbon electrodes containing കാർബൺ ഇലക്ട്രോഡുകളാണ് എന്ത് ഇതിലുള്ളത്? കണ്ടെയ്നിങ് എന്താണ്? കണ്ടെയ്നിങ് some
ഇൻകോർപ്പറേറ്റഡ് ഇൻ ദം. ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇൻകോർപ്പറേറ്റ് ഇൻ ദം. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ ഇലക്ട്രോളൈറ്റുകൾ അല്ലേ? The concentrated KOH അല്ലെങ്കിൽ ആരാവാം NaOH is placed between ആരൊക്കെയാണ് placed between electrodes. ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റഡ് NaOH അല്ലെങ്കിൽ KOH ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഫിൽ ചെയ്യാം. അതാണ് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ആക്ട് ആസ് electrolyte. അതാണ് അതിന്റെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ എന്താണ്? ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോഡ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് നാളേക്ക് പഠിച്ചിട്ട് വരണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രോഡ് റിയാക്ഷൻസ്. ഇലക്ട്രോഡ് റിയാക്ഷൻ അത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ H2 plus 2OH minus become 2H2O plus 2E minus 2H2O plus 2E minus. ഇത് 4 ഇലക്ട്രോണിന്റെ എണ്ണം വരാൻ വേണ്ടിയിട്ട് ഇതിന് ഓവറോൾ എത്രകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പൊ ഓക്സിജന്റെ ഇക്വേഷൻ ആയിട്ട് അത് മാച്ച് ആവും. അടുത്ത കാഥോഡ്. ഇനി ഇത് സ്കൂളിൽ എഴുതുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഓരോ ബുക്കിൽ ഓരോ രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. ഇതിന് പല ടൈപ്പ് ആയിട്ടുള്ള കൊടുക്കാറുണ്ട്. ഏതെങ്കിലും പഠിച്ചാൽ മതി. 4 ഇലക്ട്രോൺ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് സ്കൂളിൽ എങ്ങനെ പഠിക്കുന്നത് പഠിക്കാം, നോ പ്രോബ്ലം. ബാലൻസിന് ഇക്വേഷൻ പഠിക്കണം നിർബന്ധമില്ല. ഇക്വേഷൻ പഠിച്ചാൽ മതി. O2 വാട്ടറിന്റെ കൂടെയാണ് ചേരുക. വാട്ടറിന്റെ കൂടെ ചേർന്ന് റിഡക്ഷന് വിധേയമാവും. എന്നിട്ട് 4OH മൈനസ് ആയിട്ട് മാറും. O2 പ്ലസ് 4E മൈനസ് 4OH മൈനസ്. അപ്പൊ അവിടെ +1 ഓക്സിജന്റെ -1 വരണമെങ്കിൽ നമ്പർ കുറയുകയാണ് ചെയ്യുക അല്ലെ. +1 -2 ഇവിടെ 0. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് റിഡക്ഷൻ ആണ് കേട്ടോ. അതിന്റെ ഓവറോൾ റിയാക്ഷൻ മുകളിൽ എഴുതുന്നത്. ഓവറോൾ റിയാക്ഷൻ നമ്മളിത് കൂട്ടിയും ഇഴിച്ചും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ കിട്ടുന്ന റിയാക്ഷൻ ആണ് കിട്ടുക. 2H2 plus O2 become എന്താണ്? 2H2O. ഇതിന്റെ കൂട്ടലും കുറഞ്ഞൊന്നും വേണ്ട. ഓവറോൾ റിയാക്ഷൻ ഉണ്ട് കേട്ടോ. നോട്ട് വേണ്ടി ശ്രദ്ധിച്ചോ. അങ്ങനെ നോക്കുന്ന അപ്പൊ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ആനോഡിന് ഓക്സിഡേഷൻ സംഭവിക്കും. ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? കാഥോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുക. ആനോഡിൽ വരുന്ന ആരാണ്? ഹൈഡ്രജൻ ഗ്യാസ്. ആനോഡിൽ വരുന്ന ആരാ? ഹൈഡ്രജൻ ഗ്യാസ്. കാഥോഡിൽ വരുന്ന ആരാ? ഓക്സിജൻ ഗ്യാസ് ആണ്. കുഴപ്പമില്ലല്ലോ. ആ റിയാക്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ H2 ആണ് അല്ലേ? ഇവിടെ H2 ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ ഒറ്റ മിനിറ്റ് താഴെ വെച്ച്. H2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഓക്സിഡേഷൻ നമ്പർ എത്രയാ? മോളിക്കുലർ ലെവലിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 0. H2 എന്ന് പറയുമ്പോൾ 2 മൈനസ് +1 അല്ലേ? ആണോ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഹൈഡ്രജനെ ഇൻക്രീസ് ചെയ്തു. H2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. H2Oയില് ഓക്സിജന് -2 ആണ്. അപ്പൊ ഹൈഡ്രജൻ എത്ര വരണം? +1 വരണം. 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ ടോട്ടൽ 0 വരും. അപ്പൊ അവിടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന് സംഭവിച്ച പ്രോസസ് എന്താ? ഓക്സിഡേഷൻ. കുഴപ്പമില്ലല്ലോ. അതേസമയം കാഥോഡിന്റെ കേസിൽ ഓക്സിജന്റെ വാല്യൂ എത്രയാ? O2 വാല്യൂ എത്രയാ? 0 ആണ്. OH മൈനസില് ഇവിടെ +1. ഓവറോൾ -1 വരണമെങ്കിൽ ഓക്സിജൻ എത്ര വരണം? -2 വരണം. ഇതല്ലേ കണക്ക്? കഴിഞ്ഞ പഠിക്കുന്നതാണ്. അപ്പൊ 0 ഉള്ളത് എത്രയായിട്ടാണ് മാറുന്നത്? -2 ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അപ്പൊ അവിടെ സംഭവിച്ച പ്രോസസ് എന്താ? റിഡക്ഷൻ. അവിടെ സംഭവിച്ച പ്രോസസ് എന്താ? റിഡക്ഷൻ. ഇതാണ് സംഗതി. ഇപ്പൊ അത് പഠിക്കണമെന്നൊന്നുമില്ല. ഇക്വേഷൻസ് എങ്ങനെയും എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻസ് പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. എന്തായാലും പഠിക്കണം. അപ്പൊ അത് ഇതാണ് ഓവറോൾ റിയാക്ഷൻ. നമ്മളിത് കൂട്ടി എടുത്തിട്ട് കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടും. ആ സാധനം കിട്ടും. കുഴപ്പമില്ല. ഇവിടെ 4OH മൈനസ് ഉണ്ട്. ഇവിടെ 2 × 2 വരുമ്പോ
4 ആയിട്ട് മൈനസ് വരും, 4e മൈനസ് വരും. അത് ഓപ്പോസിറ്റ് സൈഡിലൂടെ 4e മൈനസ് ഉണ്ട് അങ്ങോട്ട് കിടക്കും. ആ റിയാക്ഷൻ വരും. പ്രശ്നമില്ലല്ലോ. അപ്പൊ ഓവറോൾ റിയാക്ഷൻ ആരുടെ റിയാക്ഷനാ? എന്തിന്റെ ഫോർമേഷനാ? ഓവറോൾ റിയാക്ഷനിൽ എന്തിന്റെ ഫോർമേഷനാ കാണുന്നത്? വാട്ടറിന്റെ ഫോർമേഷൻ ആണ് കാണുന്നത് അല്ലെ? എന്തിന്റെ ഫോർമേഷൻ കാണുന്നത്? വാട്ടറിന്റെ ഫോർമേഷൻ ആണ് കാണുന്നത്. പ്രശ്നമില്ലല്ലോ. അപ്പൊ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താ? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താ? വെള്ളമാണ്. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനം എന്താണ്? വെള്ളമാണ്. ബുദ്ധിമുട്ടില്ല. അപ്പോ പരിസ്ഥിതിക്ക് കുറച്ചുകൂടെ എന്ത് കുറവാണ്? പരിക്ക് കുറവാണ് അല്ലെ? ബാറ്ററി, മറ്റുള്ള ബാറ്ററികളൊക്കെ നമ്മൾ വേറെ വേറെ കെമിക്കൽസ് ആണ് പറഞ്ഞത് അല്ലെ? ലെഡ് സൾഫേറ്റ് ഒക്കെയാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കംപ്ലീറ്റ് പ്യൂർ സാധനങ്ങളാണ്. ഏതാ? ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എന്ത് ഫ്രണ്ട്ലി ആണ്? എക്കോ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആണ് അല്ലെ? പരിസ്ഥിതിക്ക് എന്താണ് ഇണങ്ങുന്ന സാധനമാണ്. അതും പഠിക്കണം. അപ്പൊ ഒരു ഭാഗത്ത് എഴുതി പറഞ്ഞു അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് ഫസ്റ്റത്തെ പോയിന്റ് എന്താ? എക്കോ ഫ്രണ്ട്ലി. ഷോർട്ടായിട്ട് എഴുതി അവസാനിപ്പിക്കാം. ആദ്യത്തെ പോയിന്റ് എന്താ? എക്കോ ഫ്രണ്ട്ലി. പരിസ്ഥിതിക്ക് എന്താണ്? പ്രശ്നമില്ല. പിന്നെ ഇലക്ട്രോഡ്സ് മാറ്റണോ? വേണ്ട. ഇലക്ട്രോഡ്സ് ഇനർത്താണ് അല്ലെ? ഇലക്ട്രോഡ്സിലേക്ക് എന്തില്ല? കെമിക്കൽ റിയാക്ഷൻ ഇല്ല. നമ്മള് കഴിഞ്ഞ സെല്ലുകളിലൊക്കെ കണ്ടു. പ്രൈമറി സെല്ലില് ആരായിരുന്നു ആരോട്? സിങ്ക് കണ്ടെയ്നർ ആയിരുന്നു ആരോട് അല്ലെ? ആ സിങ്ക് കണ്ടെയ്നർ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആണോ? അതെ. അപ്പൊ ആ ഇലക്ട്രോഡുകൾ കംപ്ലൈന്റ് ആവണൊക്കെ നമ്മൾ കണ്ടു അല്ലെ? അതിപ്പോ ലെഡ് സ്റ്റോറേജിലായാലും ഒക്കെ ഇലക്ട്രോഡ്സ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈവൻ റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലാണെങ്കിലും ആ ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇവിടെ വേണ്ടി വരുമോ? ഇല്ല. ഇവിടെ ആരും പങ്കെടുക്കുന്നില്ല കെമിക്കൽ റിയാക്ഷനില്. ഇലക്ട്രോഡ്സ് പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ്. അപ്പൊ അടുത്ത പോയിന്റ് എഴുതുക. ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ്. ഇലക്ട്രോഡിന് ഭാഗമല്ല, പ്രശ്നമില്ല. ഇലക്ട്രോഡ്സിന് പ്രശ്നമില്ല. പിന്നെ എന്താണ്? മോർ എഫിഷ്യന്റ് ദാൻ conventional energy methods. എന്താ അർത്ഥം? സാധാരണയുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി മെത്തേഡുകളെക്കാളും എഫിഷ്യൻസി കൂടുതലാണ്. നമ്മൾ പറഞ്ഞു ഇതിന്റെ എഫിഷ്യൻസി എത്ര ശതമാനം പറഞ്ഞു? എത്ര ശതമാനം? 74% പറഞ്ഞു. കമ്പാരിറ്റീവ്ലി വേണമെങ്കിൽ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. എന്താ? മോർ എഫിഷ്യന്റ്. അപ്പൊ എത്ര പോയിന്റാ? 3 പോയിന്റ്. ഏതൊക്കെയാ 3 പോയിന്റ്? എക്കോ ഫ്രണ്ട്ലി ആണ്, ഇലക്ട്രോൺസ് ആർ നോട്ട് എഫക്റ്റഡ്, പിന്നെ എന്താണ്? പിന്നെ പറഞ്ഞെന്താ? എഫിഷ്യൻസി കൂടുതലാണ് അല്ലെ? മോർ എഫിഷ്യന്റ് ദാൻ കൺവെൻഷണൽ എനർജി മെത്തേഡ്സ്. അത്രയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ അഡ്വാൻറ്റേജസ് പറയാം. എന്തുണ്ട്? ബൈ പ്രൊഡക്റ്റ് ആരാണ്? ബൈ പ്രൊഡക്റ്റ് ആരാ? ബൈ പ്രൊഡക്റ്റ് വെള്ളമാണ് ലഭിക്കുന്നത് അല്ലെ? ബൈ പ്രൊഡക്റ്റ് എന്താണ്? വാട്ടർ ആണ്. ഓ, കറണ്ട് വരുമ്പോഴുള്ള ഒരു പുകഭാവം പലരുടെയും അല്ലെ? ബൈ പ്രൊഡക്റ്റ് എന്താണ്? വാട്ടർ ആണ്. അത് വേണമെങ്കിൽ എഴുതാം. അത് എഴുതി അവസാനിപ്പിച്ചേ. ബാക്കി സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഈ പാഠം കഴിഞ്ഞിട്ട് കേട്ടോ. കൊറോഷൻ ഒക്കെ അറിയിച്ചല്ലേ? കുറച്ച് പറഞ്ഞുതരാം. മഴ ഒന്ന് അടങ്ങട്ടെ. എടുക്കാൻ പറ്റും. ആരാണോ വിളിക്കുന്നത്? ആരാളാ?
ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതില് ചെയ്യുന്നവര്, പൈസ ഇടാക്കുന്നവര്. ട്യൂഷന്റെ അല്ലേ പറഞ്ഞു? അതല്ലേ ഞാൻ പറഞ്ഞത്, മറ്റേത് നല്ലൊരു മെത്തേഡ്. നമുക്ക് ഫ്രീഡം ഉണ്ടാവേ കുറച്ചുകൂടെ, ഒരു ലൊക്കേഷൻ ഫ്രീഡം കൂടെ കിട്ടും. ഒന്ന് നോക്കണ്ട, എന്തിനാ പോവാ നോക്കാം. പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ആരോ പൈസ ഉണ്ടാക്കുമ്പോ ഇല്ല, നമുക്ക് പൈസ പോലും മാത്രം നടക്കണല്ലോ. അപ്പൊ കുറച്ചുകൂടെ അത് ഓർഗനൈസ്ഡ് ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ട്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ല, സമയം എടുക്കും. പിന്നെ ഇഷ്ടംപോലെ നഷ്ടം പഠിക്കുന്നു. പക്ഷേ ഒക്കെ പഠനത്തിന്റെ ഭാഗമായിട്ട് കാണുന്നു. പക്ഷെ നഷ്ടം വരുന്നില്ല. നഷ്ടം വരാതിരിക്കുക ആദ്യത്തെ പണി. നമ്മൾ ഇടുന്ന പൈസ എന്ത് ചെയ്യരുത്, പോവരുത്. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മള് എഴുതാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പൈസ കിട്ടുന്ന കാര്യം നമ്മൾ ആലോചിക്കും. അതെ അതെ, ശരിയാവും, സമയം എടുക്കും. ഒന്ന് രണ്ട് പോയിന്റ് കൂടെ. EMF of the cell is. അപ്പൊ എത്ര നേരം നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൊടുക്കുന്നു അത്രയും നേരം എന്ത് കിട്ടിക്കൊണ്ടിരിക്കും, ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. കുഴപ്പമില്ലല്ലോ. എത്ര നേരം ഹൈഡ്രജനും ഓക്സിജനും കൊടുക്കണോ അത്രയും നേരം എന്ത് കിട്ടിക്കൊണ്ടിരിക്കും, ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ EMF വരുന്നത് 0.9 വോൾട്ട്. മാർക്ക് ചെയ്ത് വയ്ക്കും. EMF is 0.9 വോൾട്ട്. EMF is 0.9 വോൾട്ട്. ഇനി 9 വോൾട്ട് വോൾട്ടേജ് നമ്മള് 1.45 ഒക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്. 1.1 പറഞ്ഞു നമ്മുടെ സിങ്ക് കോപ്പറിന്. അതുപോലെ ഫ്യൂവൽ സെല്ലിന്റെ ഏകദേശം വരുന്നത് എത്രയാണ്, 0.9 വോൾട്ട് ആണ്. ഈ വെറുതെ ഒന്ന് എഴുതി വെച്ചേര് ആയിട്ട്. എന്താ H2O produced by, അല്ല ഇങ്ങനെ എഴുതിയാൽ മതി. എന്താ, ഇൻ അപ്പോളോ 13 പ്രോഗ്രാം എഴുതുക. ഇൻ അപ്പോളോ പ്രോഗ്രാം, in Apollo program, fuel cell is used and the water formed as byproduct. In Apollo program fuel cell is used and the water formed as byproduct is used for drinking by ആരാണ്, astronauts. അപ്പോളോ പ്രോഗ്രാം മനസ്സിലായില്ലേ? അവള് ചന്ദ്രനിലേക്ക് പോണ ഏർപ്പാടുണ്ടായിരുന്നല്ലോ. ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടോ, പോയിട്ടാ പോയില്ല എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കുറെ മണ്ടവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താ, ചന്ദ്രനിൽ പോയിട്ടുണ്ട്. എത്ര പേര് പോയിട്ടുണ്ടെന്നറിയോ ചന്ദ്രനില്? 17 പേര് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 17 പേര് ചന്ദ്രനിൽ പോയിട്ടുണ്ട്. 1-2 ആളൊന്നുമല്ല, 17 പേര് പോയി. ഓക്കെ. അപ്പൊ ഈ ശ്രദ്ധിക്കുക, ഈ അപ്പോളോ പ്രോഗ്രാമില്, സ്പേസ് പ്രോഗ്രാമില് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, ഈ ഫ്യൂവൽ സെല്ലിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന വാട്ടർ ആണ് എന്ത് അവർ ഡ്രിങ്ക് ചെയ്യാനും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം. പ്രിന്റ് എടുത്തേ, ഇതൊക്കെ എഴുതി അവസാനിപ്പിക്കുക. വേഗാവ് കിട്ടാത്തവരെങ്ങനെ ചോദിച്ചു വേഗം എഴുതി അവസാനിപ്പിച്ചേ. ഇതിന്റെ റിവിഷൻ കൈയോടെ എന്ത് ചെയ്യാം, ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യാം. ഒരു ക്ലാസ് ഇന്ന് എടുക്കാം, ഒരു 10 ചോദ്യം തീർക്കാം. പിന്നെ ഞായറാഴ്ച എടുക്കാം കേട്ടോ. നാളെ തൊട്ട് ഫിസിക്സ് കേട്ടോ. ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം. ചോദ്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. പ്രീവിയസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം.
മുടക്കാണോ ശനിയാഴ്ച? മുടക്കാണോ ശനിയാഴ്ച പഠിക്കാൻ കുഴപ്പമില്ല. പിന്നെ ഞായറാഴ്ച വൈകാലോ ബയോളജി കയറ്റി വരും. മടി പിടിച്ചിട്ട് എന്താ കാര്യം? എത്ര ചോദ്യമുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം എന്താ സമയം എഫോറെടുത്ത് പറഞ്ഞ് ആ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പിടിക്കാം. അവന്റെ പണി കഴിഞ്ഞു. മനസ്സിലായ? വേഗം ആയിക്കോട്ടെ. ഇന്ന് മാത്രമല്ലോ, നാളെ എടുക്കാം. പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ നോക്കാം. മഴ സൗണ്ട് ശരിയാവില്ലേ? രാവിലെ വരാൻ പറ്റുമോ? കാറ്റിസം പോട്ടാനാ ഞാൻ അടച്ചുകൂട്ടി പോണ്ടി വരുന്നത്. വല്ല കുടുംബശ്രീ യൂണിറ്റിന്റെ പരിപാടിയാണെങ്കിലൊക്കെ നമുക്ക് കളിക്കാം. പാർട്ടിയുടെ അടുത്തും പള്ളിയുടെ അടുത്തും മതത്തിന്റെ അടുത്തും കളിക്കാൻ പറ്റില്ല. നമ്മൾ അടിച്ചു കളയും. ബാക്കിയൊന്നും ഉണ്ടാവില്ല. പ്രശ്നം ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞായറാഴ്ചക്ക് വെക്കാം. ഞായറാഴ്ച എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. ഇതിന്റെ എന്താ വരിപ്പടി കഴിഞ്ഞാട്ടുണ്ട്. ശ്രദ്ധിച്ച മക്കളെ, സൈഡിലായിരുന്നേ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം? പറഞ്ഞു പോവാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം? എഴുതും വേണം കേട്ടോ. അറിയാതെ നമ്മൾ കഴിഞ്ഞാലൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ. ഓക്കെ, ഇത് ഫുള്ളുണ്ട്. മെയിൻ ആയിട്ടുള്ള നമുക്ക് A4ലേക്ക് ആഡ് ചെയ്യാം. പോയിന്റ്സ് ആഡ് ചെയ്താൽ മതി. പിന്നെ അത് പറഞ്ഞു പോവാം. കൈയോടെ ഇവിടെ തന്നെ എന്ത് ചെയ്യാം? പരമാവധി പഠിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാം. ശ്രദ്ധിച്ചേ, ഈ സൈഡിലായിരുന്നേ. ഓൾറെഡി മഴ സൗണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സൈഡിലായിരിക്കും. പുറകിലൊക്കെ സൈഡിലായിരിക്കും. എന്താ വളം കൂട്ടണിരുന്നിട്ട് ഒന്ന് കേട്ടെ. ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് ഓവറോൾ പറയാം മാഷ്. ശ്രദ്ധിക്കുക. ഇലക്ട്രോകെമിസ്ട്രി എന്തായിരുന്നു? ഇലക്ട്രോകെമിസ്ട്രി ഇസ് ദ സ്റ്റഡി അബൌട്ട് ദി ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. പാഠത്തിന് എത്ര സെക്ഷൻ ആയിട്ട് തിരിച്ചേ? നമ്മള് 2 സെക്ഷൻ ആയിട്ട് തിരിച്ചേ അല്ലെ? ഒന്നെന്താ? ഇലക്ട്രോകെമിക്കൽ സെല്ലും ഒന്നെന്താ? ഇലക്ട്രോളിറ്റിക് സെല്ലും. ഇലക്ട്രോകെമിക്കൽ സെൽ എന്താ? ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ സംഭവിക്കുന്ന എന്താ? കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും. കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ഗാലവനിക് സെല്ല് കണ്ടു. കോപ്പർ, സിങ്ക്. ആരാണ് ആനോഡായത്? സിങ്ക്. ആരാണ് കാഥോഡായത്? കോപ്പർ. സോൾട്ട് ബ്രിഡ്ജ് വെക്കണം. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻസ് നമുക്കറിയാം. സോൾട്ട് ബ്രിഡ്ജ് എന്തായിരുന്നു? യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ലൈക്ക് അഗർ അഗർ മിക്സ്ഡ് വിത്ത് ഇലക്ട്രോലൈറ്റ്സ് അല്ലെ? പിന്നെ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരുന്നു? മിക്സ് ചെയ്യാതെ ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടും. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ എന്തായിരുന്നു? ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് എത്ര ഉണ്ടായിരുന്നു? 2 എണ്ണം. റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താ? എബിലിറ്റി ടു ഗെയിൻ ഇലക്ട്രോൺസ് അല്ലെ? അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്തത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് ഫിക്സ് ചെയ്തത്. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് അല്ലെ? അണ്ടർ എന്താ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. പിന്നെ ഷീ കണ്ടു അല്ലെ? നമ്മള് ഷീ എന്തായിരുന്നു? ഷീ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതിന്റെ വാല്യൂ ആർബിട്രലി ഫിക്സ്ഡ് ആസ് എത്രയാണ്? 0. ഒരു പ്ലാറ്റിനം ഷീറ്റ് അല്ലെ? അതിന്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യും അല്ലെ? പിന്നീട് അതിന് ശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഇലക്ട്രോ കെമിക്കൽ സീരീസ് കണ്ടത് അല്ലെ? ദ അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് മെറ്റൽസ് അല്ലെങ്കിൽ വേരിയസ് എലമെന്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. പിന്നെ എന്തായിരുന്നു? അപ്ലിക്കേഷൻസ് എന്തായിരുന്നു? ഫസ്റ്റ് എന്താ? ടു കാൽക്കുലേറ്റ് ദ സെൽ EMF, to compare the reactivity, whether hydrogen gas is produced or not with the various elements, to predict the product of electrolysis. പിന്നെ നെൽസ്റ്റ് ഇക്വേഷൻ കണ്ടു അല്ലേ? നെൽസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കോൺസ്റ്റന്റ്
കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് നെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെൽസ് ഇക്വേഷൻ എന്തായിരുന്നു? ഈ സെല്ലി ഈ mn/m ഈക്വൽ ടു E0 mn/m മൈനസ് 2.303 nRT ഡിവൈഡഡ് ബൈ nm അല്ല RT ഡിവൈഡഡ് ബൈ nm അല്ലേ, ലോഗ് 1/mn പ്ലസ്. പിന്നെ അത് മുകളിലേക്ക് പോവാണെങ്കിൽ നടുക്കൽ എന്താവും? പ്ലസ് ആവും. കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു എത്രയാ? 0.0591 ബൈ n. n എന്തായിരുന്നു? സെല്ലിന്റെ കേസിൽ n എന്തായിരുന്നു? ട്രാൻസ്ഫർ സംഭവിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. പിന്നെ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ, എന്താ? E0 സെല്ലി ഈക്വൽ ടു, കൂടെ പറയൂ, E0 സെല്ലി ഈക്വൽ ടു എന്താ? 2.303 RT ബൈ nm ലോഗ് kc. പിന്നെ ഡെൽറ്റ ജി ആയിട്ടുള്ള ഇക്വേഷൻ, ഡെൽറ്റ ജി ഈക്വൽ ടു എന്താ? മൈനസ് NEF സോറി NFE E0 സെൽ അല്ലേ. പിന്നെ അതിന് ശേഷം കണ്ട എന്തായിരുന്നു? ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിന്റെ കണ്ടക്ടൻസ് ആയിരുന്നു. ഓംസ് ലോ വരുന്നു, റെസിസ്റ്റൻസ് വരുന്നു, കണ്ടക്ടൻസ് വരുന്നു, റെസിസ്റ്റിവിറ്റി വരുന്നു, കണ്ടക്ടിവിറ്റി വരുന്നു അല്ലെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി വരുന്നു അല്ലെ. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു? മോളാർ കണ്ടക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി, അതിന്റെ വേരിയേഷൻസ്. കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് മാറുക? മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്, ഗ്രാഫ് മറ്റേ ഗ്രാഫ്, അതിന്റെ റീസൺസും പഠിച്ചു അല്ലെ. സ്ട്രോങ് ലോ റീസൺ, വീക്ക് ലോ റീസൺ. അതിനുശേഷം നമ്മൾ പിന്നെ വന്ന എങ്ങോട്ടൊക്കെയായിരുന്നു? അതിന്റെ കണക്കുകളിലേക്കായിരുന്നു. പിന്നെ കോൾറാഷസ് ലോ കണ്ടു. കോൾറാഷസിൽ എന്തായിരുന്നു? The polar conductivity of a electrolyte at infinite dilution is equal to the sum of എന്താണ്? Molar conductivity of cation and anion at infinite dilution. കണക്കുകൾ ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട ഭാഗമായിരുന്നു ഏത്? ഈ സെല്ലിന്റെ ഭാഗം അല്ലെ. പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്. പ്രൈമറി സെല്ല് നമ്മൾ പഠിക്കാണ്ട് ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്. സെക്കൻഡറി സെല്ല് നമ്മൾ പഠിക്കാണ്ട് ലെഡ് സ്റ്റോറേജ്, ഡിക്കാർഡ് സെല്ല്. ലാസ്റ്റ് ഏത് കണ്ടു? ഫ്യൂവൽ സെല്ല് കണ്ടു. പിന്നെ ഇതിൽ ഏതുകൂടെ വരുന്നത്? കൊറോഷനോട് വരുന്നത്. കൊറോഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാപ്പില് പറയാം. ഓക്കെ, അപ്പൊ ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാം. ഇവിടെ തന്നെ എന്ത് ചെയ്യാം? കുറെ പഠിച്ചു. A4 കിട്ടിയ എല്ലാവർക്കും A4 കിട്ടിയ A4ന്റെ കെട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് കൊടുത്തു വിടുക. അങ്ങനെ തന്നെ നമുക്കല്ലേ. ബാക്കിയുള്ള സാധനം എവിടെയാ? അത് അറിയില്ല. കറക്റ്റ് എന്നായിരുന്നോ? ഞാൻ നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാട്ടാ. കഴിഞ്ഞ കൊല്ലം തുടങ്ങി പണി കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞാ സാധനം ഇല്ല. നീ കൊടുത്ത് കെട്ട് കഴിഞ്ഞു. സാധനം മറച്ചു. കറക്റ്റ് എവിടെയാടാ? ബാക്കിയുള്ള സാധനം ഉണ്ടാ? ഇല്ല, നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വെറുതെ പറയാനാണ്. ഞാൻ അവിടെ എവിടെയെങ്കിലും ഇനി കൊടുത്തു കിട്ടോ? ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കട്ടോ. അവിടെ ലാസ്റ്റ് ബെഞ്ചിനെ ഒന്ന് സഹകരിക്കട്ടോ. തമാശയൊക്കെ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ദ ഗ്രാഫ് ഷോയിങ് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യം ഇത് പഠിക്ക്. നമുക്ക് ഈ ഒരു പ്രവേശനം കുറച്ചുകൂടെ എന്താണ് നല്ല ചോദ്യങ്ങൾ പഠിക്കണം. ആദ്യം ഇത് ഫസ്റ്റ് റൗണ്ടിനെ അവസാനിപ്പിച്ചിടാൻ മതി. പിന്നെ അടുത്തേക്ക് കിടക്കാം. നോക്കാം. ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ആർ ഗിവൺ അല്ലെ. ഗ്രാഫ് നിങ്ങൾക്ക് അറിയണല്ലേ. സ്ട്രോങ്ങിന്റെയും വീക്കിന്റെയും ഗ്രാഫാണ് തന്നെ അല്ലെ. ഒരു കാര്യം ചെയ്തേ. ഒരെണ്ണം നീ വെച്ചോ, കുഴപ്പമില്ല. ഒരെണ്ണല്ലേ ഉള്ളൂ. ഇതൊന്ന് മാർക്ക് ചെയ്ത മക്കളെ. ആ ഗ്രാഫ് നമ്മുടെ എവിടേക്ക് മാർക്ക് ചെയ്യാം? A4ലേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ചെയ്യാറുള്ള പോലെ ഷോർട്ട് ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഗ്രാഫ് കർവായിട്ട് വരുന്നത് ആരുടെയാ? കർവായിട്ട് വരുന്ന ആരുടെയാ? വീക്കിന്റെയാ സ്ട്രോങ്ങിന്റെയാ? പറയട്ടെ ഉത്തരങ്ങൾ പറയും. കർവായിട്ട് വരുന്ന ആരുടെയാ? വീക്കിന്റെ. അപ്പൊ കർവായിട്ട് വളരെ ഷോർട്ട് ആക്കിട്ട് എഴുതുക കേട്ടോ. ആ പേപ്പറിൽ തന്നെ എല്ലാം കൊള്ളാവുന്ന സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആരുടെയാ? സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് സ്ട്രോങ്ങിന്റെ. കർവായിട്ട് വരുന്ന ആരുടെയാണ്? വീക്കിന്റെ. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആരുടെയാ? സ്ട്രോങ്ങിന്റെ. കുഴപ്പമില്ലല്ലോ. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് സ്ട്രോങ്ങിന്റെ, കർവായിട്ട് വരുന്നത് വീക്കിന്റെ. A4 നമ്മളെ പുതിയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ പോലത്തെ ചെയ്യാറുള്ള പോലെ തന്നെ വലിയ മറക്കുന്ന സംഭവമൊന്നും ഇല്ല. ഒക്കെ എവിടേക്ക് ആക്കണം? നമ്മള് ഒരൊറ്റ ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അത് വായിച്ചു നോക്കാൻ കുറച്ചുകൂടെ എന്തുണ്ടാവും? സൗകര്യം ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ മറക്കില്ല. അതുകൊണ്ടാണ്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ Debye-Huckel-Onsager ഇക്വേഷൻ. ആദ്യം Debye-Huckel-Onsager ഇക്വേഷൻ ആർക്കുള്ളതാ? ആർക്കുള്ളതാ? സ്ട്രോങ്ങിനാ വീക്കിനാ? സ്ട്രോങ്ങിനുള്ളതാണ് അല്ലെ. ആർക്കുള്ളതാണ്? സ്ട്രോങ്ങിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? Debye-Huckel-Onsager ഇക്വേഷൻ. അപ്പൊ നോട്ട് ബുക്സ് ഒന്ന് എടുത്ത് വെച്ചേ. നോട്ട് ബുക്സ് ഒന്ന് എടുത്ത് വെക്കുക. ആദ്യം നോട്ട് ബുക്സ് എടുത്ത് വെച്ചേ. നോട്ട് ബുക്സ് റഫ് ആയാലും മതി. മെയിൻ നോട്ടിൽ എഴുതണ്ട. ഇല്ല റഫ് നോട്ട് ഉണ്ടാ ഇല്ലേ? അത് തൽക്കാലം നോട്ടിലേക്ക് പോക്കോ. ഇനി വരുമ്പോ ഒരു റഫ് കൊണ്ടുവന്നോളൂ കേട്ടോ. അപ്പൊ അതിൽ എഴുതി പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതുക. എന്താ നോട്ടിൽ എഴുതി കൊടുത്തേ? Debye-Huckel-Onsager ഇക്വേഷൻ അല്ലെ. Onsager ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ലാംഡ എം ഇസ് ഈക്വൽ ടു പറഞ്ഞേ. ലാംഡ എം
സീറോ മൈനസ് ബി ഇൻറ്റു ആരാ റൂട്ട് സി അല്ലെ. ലാംഡ എം ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് വായിക്കൂ ബി ഇൻറ്റു റൂട്ട് സി. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് A4ലേക്ക് ആഡ് ചെയ്യാൻ അതൊക്കെ എന്താ സ്ട്രോങ്. സ്ട്രോങ്ങിന്റെ കേസിലാണ് എന്ത് സ്ട്രോങ്ങിന്റെ കേസിൽ അപ്പൊ അത് എഴുതാം എന്താ ഗ്രാഫ് എങ്ങനെയാ വന്നേ. ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്ട്രോങ്ങിലെ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഗ്രാഫിക്കലി. ചെറുതാക്കി ചെറുതാക്കി എഴുതിക്കോളൂ. എങ്ങനെ കണ്ടുപിടിച്ചേ? ഗ്രാഫിക്കലി അല്ലേ കണ്ടുപിടിച്ചേ. സ്ട്രെയിറ്റ് ലൈൻ എക്സ്ട്രാപോളേറ്റ് ചെയ്യല്ലേ ചെയ്തേ. പിന്നെ അവിടെയാണ് ഡിബൈ-ഹക്ലോൺ-സാഗർ തന്നെ. അപ്പൊ DHO എന്നിട്ടാ മതി. ഡിബൈ-ഹക്ലോൺ-സാഗർ എന്താ ഇക്വേഷൻ? ലാംഡ എം ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് ബി ഇൻറ്റു റൂട്ട് സി. അത് ആരുടെ ഹെഡിൽ എഴുതുന്നേ? സ്ട്രോങ്ങിന്റെ ഹെഡിൽ കേട്ടാ. എന്താ കൺഫ്യൂഷൻ ഉണ്ടോ? ഇഷ്ടമല്ല കാണില്ലേ? എന്താ പ്രശ്നം? ഇതിൽ എന്താ സംഭവം അറിയില്ല. പുതിയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ കാണാൻ വേണ്ടി എഴുതാനല്ല ആദ്യത്തിൽ. ഇത് ഞാൻ എനിക്ക് തന്നെ എന്ത് ചെയ്യാനാണ്? റിവൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എഴുതുന്നതാ. പക്ഷെ പറയണത് കേട്ടിട്ട് എഴുതുക, അത്രേ ഉള്ളൂ. എന്നാലേ ഇത് മൊത്തം ഈ പാഠം മൊത്തം ഇവിടെ കൊള്ളുള്ളൂ. അതുകൊണ്ടാണ്. നാളെയും മറ്റന്നാളും ക്ലാസ് തുടങ്ങുമ്പോൾ വേഗം വായിച്ചു പോകാനാ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും മൈൻഡിൽ ഈ സാധനം ഉണ്ടാവും. കുറച്ചു കാലം അത് വായിക്കാം. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാൻ പറ്റും. ഇതൊന്നുമില്ല. സ്ട്രോങ്ങിന്റെ പക്ഷെ പറഞ്ഞത് കേട്ടാൽ മതി. സ്ട്രോങ്ങിന്റെ എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഗ്രാഫിക്കലി എന്നുള്ള വാക്ക്. ഗ്രാഫിക്കലി എന്നുള്ള വാക്ക് എന്താ? ഗ്രാഫിക്കലി ആണ് നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക. പിന്നെ DHO പിന്നെ ഷോർട്ട് ആയിട്ടൊക്കെ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാൻ വേണമെങ്കിൽ DHO എന്താ? ഡിബൈ-ഹക്ലോൺ-സാഗർ ഇക്വേഷൻ എന്താ വന്നത്? ലാംഡ എം ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് ബി ഇൻറ്റു റൂട്ട് സി. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ അവിടെ തന്നെ ആരുടെ ഡാറ്റയും കൂടെ ആഡ് ചെയ്യാം? വീക്കിന്റെയും കൂടെ ആഡ് ചെയ്യാം അല്ലെ. അവിടെ തന്നെ ആരോടെ ആഡ് ചെയ്യാം? വീക്കിന്റും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ വീക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വീക്കിന്റെ നമ്മള് എന്താ വന്നത്? ലൈൻ എന്തായിരുന്നു? നോൺ ലീനിയർ. ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരുന്നു? നോൺ ലീനിയർ ഷേപ്പ് ആയിരുന്നു അല്ലെ. ആണോടാ? നോൺ ലീനിയർ ഷേപ്പ് ആണ്. എങ്ങനെയാ കണ്ടുപിടിച്ചത് നമ്മള്? ഏത് ലോയാ? കോൾ-റാഷസ് ലോ. വെരി ഗുഡ്. ഏത് ലോയാണ്? കോൾ-റാഷസ് ലോ. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അവിടെ? ഇല്ല, 2 പോയിന്റ് ഉള്ളൂ അല്ലെ. ഗ്രാഫിക്കലി അല്ല, നോൺ ലീനിയർ ആണ്. കോൾ-റാഷസ് ലോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? വീക്കിന്റെ എന്ത് കണ്ടുപിടിക്കുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. ഞാൻ എനിക്ക് വരുന്നതിനനുസരിച്ച് ആഡ് ചെയ്യാം നമുക്ക്. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം ഡിബൈ-ഹക്ലോൺ-സാഗർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഡിബൈ-ഹക്ലോൺ-സാഗർ ഇക്വേഷൻ ആർക്കുള്ളതാ? സ്ട്രോങ്ങിനുള്ളതാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞേ ലാംഡ എം ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് ബി റൂട്ട് സി. അടുത്ത നോക്കിയേ, വാട്ട് ഈസ് മോളാർ കണ്ടക്ടൻസ് അല്ലെ. എന്താണ് മോളാർ കണ്ടക്ടൻസ്? നോക്കിയാൽ കാണാം. എന്തായിരുന്നു മോളാർ കണ്ടക്ടൻസ്? ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ ബോർഡില്. അതായത് നമ്മള് ഇലക്ട്രോണുകളുടെ ഇടയിലുള്ള ദൂരം യൂണിറ്റ് ഡിസ്റ്റൻസ് അല്ലെ, 1 സെന്റിമീറ്റർ. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റ്? ഇതിന്റെ ഉള്ളിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റാ? 1 മോൾ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പോഴുള്ള കണ്ടക്ടിവിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. എങ്ങനെ നമ്മൾ എഴുതിയത്? ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് അല്ലെ. എഴുതിയെടുക്കോ. ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എത്രയാ? 1 mole of an electrolyte അല്ലെ. സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole of an electrolyte which when placed between എത്രയാണ്? പാരലൽ ഇലക്ട്രോഡ്സ് 1 centimeter apart. അങ്ങനെയാണോ എഴുതിയാണ്? അങ്ങനെ തന്നെയല്ലേ എഴുതിയാണ്? നോട്ടെ. is a solution given concentration of the conductivity of the solution containing 1 mole of an electrolyte when placed between 1 centimeter parallel electrodes 1 centimeter apart. അപ്പൊ അത് നോട്ട്ബുക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ എഴുതി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ മോളാർ കണ്ടക്ടിവിറ്റി? കണ്ടക്ടൻസ് ഒക്കെ സെയിം തന്നെ കേട്ടോ. എന്താ മോളാർ കണ്ടക്ടൻസ് വരുന്നത്? 2 പ്രാവശ്യം എഴുതണം കേട്ടോ. നമുക്ക് A4ലേക്ക് ഫിൽ ചെയ്യണം. മോളാർ കണ്ടക്ടൻസ് എന്താണ്? മോളാർ കണ്ടക്ടൻസ് is the conductivity of a solution containing അല്ലേ. സൊല്യൂഷൻ കണ്ടെയ്നിങ് എത്ര മോളാ? 1 mole of electrolyte. എത്രയാണ്? നാളെ അല്ല സൺഡേ വരുമ്പോ റെഫ് കൊണ്ടുവന്നോ കേട്ടോ. 1 mole of electrolyte which when placed between എന്താ എന്താ parallel electrodes എത്ര സെന്റിമീറ്റർ അപ്പാർട്ടാ? 1 centimeter apart which when placed between 2 parallel electrodes അല്ലേ. 2 എന്നുണ്ട് തോന്നുന്നു കേട്ടോ. which when placed between 2 parallel electrodes എത്ര മീറ്റർ ആണ്? 1 centimeter apart. നമ്മുടെ ഫോർമുല വന്നിട്ട് എന്ത് ചെയ്യുക? സ്മോൾ ആയിട്ട് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മോളാർ കണ്ടക്ടിവിറ്റി. പിന്നെ വരുന്ന ടോപ്പിക് ആണ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എന്താ? ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റിയുടെ മെയിൻ കണ്ടീഷൻ എന്താ?
മോളാർ കണ്ടക്ടിവിറ്റിയുടെ മെയിൻ കണ്ടീഷൻ എന്താ? 1 mole ഇലക്ട്രോലൈറ്റ്. പേപ്പറിലേക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്താ? കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ containing 1 mole electrolyte. A4ലേക്ക് അത്ര എഴുതിയാൽ മതി. A4ലേക്ക് മൊത്തം എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നോട്ട് ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് എഴുതണേട്ടോ നമ്മള്. പിന്നെ നമുക്ക് ഡെഫിനേഷൻ പറഞ്ഞു പഠിച്ചോളൂ നമ്മള്. ഇപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് ഒന്ന് പറഞ്ഞെല്ലാവരും. എന്താ മോളാർ കണ്ടക്ടിവിറ്റി? എഴുതണതിന്റെ കൂടെ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ is the conductivity of a solution containing 1 mole of an electrolyte. എപ്പോഴാണ് 1 mole of an electrolyte which when placed between two parallel electrodes 1 centimeter apart. കുഴപ്പമില്ലല്ലോ. മെയിൻ കണ്ടീഷൻ മാർക്ക് ചെയ്തത് എത്രയാ? 1 mole electrolyte ആണ് ഇവിടെ വേണ്ടത്, അവിടെ വേണ്ടത് കേട്ടോ. ഇപ്പോ ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ ഓഫ് NH4OH. എഴുതി അവസാനിപ്പിച്ച A4 ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് അത് മൊത്തം എഴുതാനല്ല പറയണത്. ഇത് ഇവിടെ ഇത്രയും ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. പിന്നെ മാഷ് വായിക്കുമ്പോൾ അത് കണക്ട് ആയിക്കോളൂ നിങ്ങൾക്ക്. കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole of an electrolyte അല്ലെ which when placed between two electrodes 1 centimeter apart. അത് നോർമൽ വരാൻ വേണ്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക. അപ്പൊ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവും. അടുത്ത നോക്കിയേ, അടുത്ത പ്രോബ്ലം നോക്കിയേ. എന്താ പറയുന്നത്? given that the given അല്ല, calculate the molar conductance at infinite dilution of NH4OH. അത് മാഷ് ചെയ്യാം, കൂടെ ബുക്കിൽ ചെയ്തോട്ടാ. ശ്രദ്ധിച്ചേ. എന്താ പറയുന്നത്? നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? ഇൻഫിനൈറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് മോളാർ കണ്ടക്ടിവിറ്റിയാ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആരാണ്? NH4. പറയൂ മക്കളെ. NH4OH ആണ് കാണേണ്ടത് അല്ലെ. അത് കോൾറാഷസ് ലോ പ്രകാരം നമുക്കറിയാം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അയോൺസിന്റെ എന്ത് ചെയ്താൽ മതി? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇതല്ലേ നമുക്ക് കാണണ്ടേ? ആണോ? ചോദ്യം കഴിഞ്ഞിട്ടില്ല. എന്താ? given that കുറച്ച് സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. ആരുടെയൊക്കെ തന്നിട്ടുണ്ട്? NaClന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ ആരാ? NaOHന്റെ തന്നിട്ടുണ്ട്, പിന്നെ ആരാ? NH4Clന്റെ തന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ആണോ? ആ പരീക്ഷയ്ക്ക് വരുന്ന സാധനമാണ് കേട്ടോ. കുറെയൊക്കെ അതേ സാധനം തന്നെയാ വരിക. കഴിഞ്ഞ കൊല്ലം പരീക്ഷ ഇപ്പൊ കണ്ടാണ് നിങ്ങൾ കെമിസ്ട്രിയിൽ അല്ലെ. ഒക്കെ സെയിം സാധനമാണ് ഇത് വന്നോണ്ടിരിക്കണേ. ഇക്കൊല്ലം അങ്ങനെ വരുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. അത് വേറെ. ആദ്യം ഇത് പഠിച്ച് അവസാനിപ്പിക്കും. അപ്പൊ എന്തിന്റെയൊക്കെ വാല്യൂ തന്നിട്ടുണ്ട്? NaClന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് തുടങ്ങാം നമുക്ക്. λ0 NaCl എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? λ0 Na പ്ലസ് പ്ലസ് λ0 Cl മൈനസ്. ഇതിന്റെ വാല്യൂ എത്രയാ മക്കളെ? 126.4 ആണോ? 126.4. ഇക്വേഷൻ നമ്പർ എത്രയാ? 1. അടുത്ത എന്താ? λ0 NaOH തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ λ0 NaOH എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? λ0 Na പ്ലസ് പ്ലസ് എന്താ? λ0 OH മൈനസ്. അതിന്റെ വാല്യൂ എത്രയാണ്? 248.1. ഇക്വേഷൻ നമ്പർ 2. അടുത്ത എന്താ? ഇവിടെ തന്നിട്ടുണ്ട് അവര് λ0 ആരാ? NH4Cl. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാറ് നമ്മള്? λ0 NH4 പ്ലസ് പ്ലസ് λ0 ആരാ? Cl മൈനസ്. അതിന്റെ വാല്യൂ എത്രയാ? 129.8. ഇക്വേഷൻ നമ്പർ 3. ഇനി ശ്രദ്ധിക്കുക, മാഷ് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ട് അല്ലെ. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സാധനങ്ങൾ ഉള്ളത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആരൊക്കെ വേണം? NH4 പ്ലസ് വേണം. അതുള്ള ഇക്വേഷന്റെ നമ്പർ ഏതാ? 3 ആണ് അല്ലെ. പിന്നെ ആര് വേണം? OH മൈനസ് വേണം. അതുള്ള ഇക്വേഷൻ നമ്പർ ഏതാ? 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 3ഉം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 2ഉം 3ഉം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിച്ച് 8 മിനിറ്റ്. 2ഉം 3ഉം ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഏതാ? 3ൽ ആവശ്യമില്ലാത്ത സാധനം ഏതാ? 2ൽ ആവശ്യമില്ലാത്ത സാധനം ഏതാ? അല്ലേ? ആണോ? ഇത് രണ്ടും ഉള്ള ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ നമ്പർ ഏതാ? 1 ആണ്. അപ്പൊ നമുക്ക് പാറ്റേൺ കിട്ടി. 2 + 3 മൈനസ് എത്രയാ? 1. എതിർപ്പില്ലല്ലോ. ഈസി അല്ലേ? വേഗം ചെയ്യാട്ടോ. നമ്മള് ചെയ്താണ് കാണും. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇക്വേഷൻ നമ്പർ 2ന്റെ ഈ സൈഡ് ചെയ്യേണ്ട മാഷ് എന്താ? λ0 Na പ്ലസ് പ്ലസ് λ0 OH മൈനസ് പ്ലസ് ഇക്വേഷൻ നമ്പർ 3 ആരാ? λ0 NH4 പ്ലസ് പ്ലസ് λ0 എന്താ? Cl മൈനസ് മൈനസ് ഇട്ടു. എന്നിട്ട് എന്ത് ഓപ്പൺ ചെയ്യണം മക്കളെ? എന്ത് ഓപ്പൺ ചെയ്യണം?
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം മറ്റേത് എഴുതാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 1 ഏതൊക്കെയാ? ലാംഡ 0 Na പ്ലസ് പ്ലസ് ലാംഡ 0 ആരാ? Cl മൈനസ്. എതിർപ്പില്ലല്ലോ, എതിർപ്പില്ലല്ലോ. ഈക്വൽ ടു 2. കയ്യോടെ ഇതിന്റെ ഏത് വാല്യൂസ് ചെയ്യണം? കയ്യോടെ ഇതിന്റെ ഏത് ചെയ്യണം? വാല്യൂസ് ചെയ്യണ്ടേ? വേണോടാ. ഇക്വേഷൻ നമ്പർ 2ന്റെ വാല്യൂ എത്രയാ? വായിക്ക്. 248.1 പ്ലസ് എത്രയാ? 129.8 മൈനസ് 1 126.4. അത് ചെയ്തു നോക്കി. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്പറുകൾ മാച്ചുകളെ ഇവിടെ തൽക്കാലം. അപ്പോ ക്യാൻസലേഷൻ ചെയ്യണ്ട്. ക്യാൻസലേഷൻ അല്ലെങ്കിൽ നേരിട്ട് ചെയ്യട്ടെ. അടുത്ത സ്റ്റെപ്പ് എഴുതാണ്ട് ഏതൊക്കെ ക്യാൻസൽ ആവും പറഞ്ഞേ? Na പ്ലസും ഇവിടുത്തെ മൈനസ് Na പ്ലസും ക്യാൻസൽ ആവും. Cl മൈനസും ഇവിടുത്തെ Cl മൈനസും ക്യാൻസൽ ആവും. ബാക്കി ആരൊക്കെ ഉണ്ട്? ബാക്കി ലാംഡ 0 OH മൈനസ് ഉണ്ട്. പിന്നെ ആരാ? ലാംഡ 0 NH4 പ്ലസ് ഉണ്ട്. വാല്യൂ എത്രയാ? 51.5 51.5 250. അയ്യോ സോറി, ഇനി ഇത് തിരിഞ്ഞെടുക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് എത്രയാക്കാം? ലാംഡ 0 NH4 OH. ലാംഡ 0 NH4 OH എത്ര വരും? 251.5. അപ്പൊ ഇത് ചോദ്യം കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എത്ര ചോദ്യം പഠിക്കണം? 60 ചോദ്യം പഠിക്കണം കേട്ടോ. ഓക്കെ, 60 ചോദ്യം ആകുമ്പോഴേക്കും കുറെ പഠിച്ചിട്ട് തീരും. കുഴപ്പമില്ലല്ലോ. ഇത് ഏത് ലോ വെച്ചിട്ടാണ് ഇത് ചെയ്യണേ? നമ്മള് ഈ സ്പ്ലിറ്റിംഗ് നടത്തുന്നത് ഏത് ലോ വെച്ചിട്ടാ? പോളറൈസേഷൻ ലോ വെച്ചിട്ടാണ് കേട്ടോ. ഏത് ലോ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണേ? പോളറൈസേഷൻ ലോ വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ? നമ്മള് സ്പ്ലിറ്റ് ചെയ്യണേ. സമയത്ത് അതേ ഉള്ളൂ അല്ലേ? പോലെ സമയം. അടുത്ത് നോക്കാം നമുക്ക്. ഇത് വാങ്ങിക്കട്ടെ. കഴിഞ്ഞ ഈ വാല്യൂ ഒന്ന് മറക്കരുന്നിട്ട്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതേ ഉത്തരം തന്നെ എന്താണ് പരീക്ഷയ്ക്ക് നമുക്ക് എന്താ കിട്ടും? ചെയ്ത് നോക്കണ്ടെങ്കിൽ വരില്ല. ഇനിയിപ്പോ വേറെ ചോദ്യം വരികയാണെങ്കിൽ ചെയ്യും വേണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം എടുത്തേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Certain galvanic cells are designed to convert energy of combustion of fuels directly into electrical energy. ആയിക്കോട്ടെ. Name the above type of galvanic cell. Combustion അല്ലേ? ശ്രദ്ധിക്കട്ടോ. കമ്പസ്റ്റൻ നടന്നിട്ട് ഫ്യൂവൽസിനെ കമ്പസ്റ്റൻ ചെയ്യണ എനർജി നമുക്ക് എന്തായിട്ട് കിട്ടുന്ന പറഞ്ഞേ? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കിട്ടുന്ന പറഞ്ഞേ. ഏതാ സെല്ല അത്? ഏത് സെല്ല? ഫ്യൂവൽ സെല്ല്. ഏത് സെല്ല? ഫ്യൂവൽ സെല്ല്. കാരണം ഫ്യൂവൽ സെല്ല് ആരായിരുന്നു ഫ്യൂവല്? ഓയല്ല. ആരാ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാവുന്ന സാധനം ഏതാ? ഹൈഡ്രജൻ. ഹൈഡ്രജനെ നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയുമ്പോ ആരുടെ കൂടെയുള്ള റിയാക്ഷനാ? ഓക്സിജന്റെ കൂടെയുള്ള റിയാക്ഷൻ. അപ്പൊ ആരായിട്ട് മാറി? 2H2 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് കിട്ടി അല്ലേ? അതുകൊണ്ടാണ് ഫ്യൂവൽ സെൽ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫ്യൂവലിനെ നമ്മൾ കത്തിക്കുകയാണ്. ശരിയല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാണ്? ഓക്സിജൻ ഇട്ട് കമ്പസ്റ്റൻ ചെയ്യാണ്. അപ്പൊ എന്താണ് വരുന്നത്? The certain galvanic cells are designed to convert energy of combustion of fuels directly into ആരാണ്? ഇലക്ട്രിക്കൽ എനർജി. ഏത് സെല്ല? ഫ്യൂവൽ സെല്ലാണ് വരുന്നത് അല്ലെ? ഏത് സെല്ലാണ്? ഫ്യൂവൽ സെൽ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ അവിടെ ഫോറിലേക്ക് വരിക. എന്നിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലില് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇപ്പൊ എക്സ്ട്രാ സാധനം നമുക്ക് എനിക്ക് ഫോറിലേക്ക് ആഡ് ചെയ്യാം അല്ലെ? എന്താ? ഫ്യൂവൽ സെല്ലിൽ കൺവേർട്ട് ചെയ്യണത് എന്ത് എനർജിയാ? എനർജി ഓഫ് ആരാ? കമ്പഷൻ അല്ലെ? എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ആരാണ്? ഫ്യൂവൽ. അത് ഏത് ഫ്യൂവൽ ആവാട്ടാ? ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആണ് ഉപയോഗിച്ചത്. Give one example for above cell. അതിന്റെ ഉത്തരം എന്താ? ഏത് സെൽ നമ്മൾ പഠിച്ചേ? H2O2 സെൽ. ഏത് സെല്ലാണ്? H2O2 സെൽ. Give example for the above cell H2O2 cell. Give example for above cell ഏതാ? H2O2 cell. H2O2 cell. Energy of combustion of fuels വരുന്നത് ഫ്യൂവൽ സെല്ലിലാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഫ്യൂവൽ സെൽ നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഏതാ? ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടുള്ള ഫ്യൂവൽ സെല്ലാണ് H2O2 സെൽ. ഇനി represent the reactions taking place at anode and cathode of the above cell. എഴുതിന്നിട്ടില്ലേ മാഷ്? ഫ്യൂവൽ സെല്ലിന്റെ അതൊന്നും കൂടെ കയ്യോടെ എഴുതി പഠിച്ച ബുക്കിലേക്ക് എഴുതിയിട്ട് ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ അറ്റ് ആനോഡ്. അല്ലെ ഒരു കാര്യം ചെയ്തോ തൽക്കാലം അത് നേരിട്ട് എവിടെ ആഡ് ചെയ്തോ? A4ലേക്ക് ആഡ് ചെയ്ത് കൊടുത്തോ. അറ്റ് ആനോഡ് ചെറുതാക്കിയിട്ട് ആഡ് ചെയ്യട്ടോ. ഇക്വേഷൻ എഴുതുന്നത് ഷോർട്ടാക്കിരിക്കോട്ടോ. അത് അങ്ങനെ തന്നെ എഴുതിക്കോളോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേ. കുറച്ച് പേര് കളിക്കണ്ടല്ലോ ക്ലാസ്സിലെ. H2 പ്ലസ് എന്തായിരുന്നു ഇക്വേഷൻ പറഞ്ഞ? H2 പ്ലസ് 2 into H2 പ്ലസ് 2OH മൈനസ്
പ്ലസ് 2e മൈനസ് ആണോ? അല്ല, ഗിവ്സ് ആണ്. ഗിവ്സ് 2H2O പ്ലസ് 2e മൈനസ് അല്ലേ? ആണോ? നാളെ വരുമ്പോ ഇത് പഠിക്കണം കേട്ടോ. ഫ്യൂവൽ സെൽ നാളേക്ക് പഠിക്കാനുള്ള ഭാഷ എഴുതി തരാം. ഇനി കാഥോഡിലുള്ള റിയാക്ഷൻ എന്തായിരുന്നു? O2 പ്ലസ് അല്ലേ? ആരായിരുന്നു? 2H2O become പ്ലസ് 4e മൈനസ്. മുകളിൽ കിട്ടിയ ഇലക്ട്രോൺസ് അല്ലേ? പ്ലസ് 4e മൈനസ് ബിക്കം ആരാ? 4OH മൈനസ്. അറിയില്ലുള്ളൂ. ഓവറോൾ റിയാക്ഷൻ വാട്ടറിന്റെ ആണ് അല്ലെ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇത് ചോദിച്ചാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം പ്രാധാന്യം ഉണ്ടെന്ന്. അത്രയധികം എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഫ്യൂവൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻസ് പഠിക്കണം. മറ്റേതൊന്നും മാഷമില്ലാത്ത നിർബന്ധം പറഞ്ഞില്ല. ഇതിന്റെ എന്തായാലും പഠിച്ചു വരണം കേട്ടോ നാളേക്ക്. അതെ, ഫോറിലേക്ക് അവസാനിപ്പിച്ചോ. പിന്നെ നമുക്ക് അടുത്ത് വരുമ്പോ ബുക്കിലേക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചേ. ആനോഡിന്റെ സെൽ റിയാക്ഷൻ ഒന്ന് വായിച്ച എല്ലാവരും. എന്താ? 2 into H2 plus 2OH minus become എന്താ? 2H2O plus 2e minus. ഇവിടെ എന്തുണ്ട്? ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കാഥോഡിൽ എന്താ റിയാക്ഷൻ? O2 plus 2H2O plus 4e minus become എന്താ? 4OH minus. ഓവറോൾ റിയാക്ഷൻ പിന്നെ എന്തിന്റെ റിയാക്ഷൻ ആണ് വരിക? വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ തന്നെയാണ് വരുന്നത് അല്ലെ? ബുക്കിലുണ്ട്, ബുക്കിൽ നോക്കി എഴുതിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത് നോക്കിയേ. മെൻഷൻ എനി 2 advantages of a bow cell. ആരുടെ അഡ്വാൻറ്റേജസ്? അപ്പോ ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെ? അപ്പൊ എന്താ? ഇത് A4ലേക്ക് ആഡ് ചെയ്യാം. അഡ്വാൻറ്റേജസ് 3 പോയിന്റ്സ് ആയിട്ട് ഷോർട്ട് ആക്കി എഴുതാം. ഒരെണ്ണം എന്തായിരുന്നു? എക്കോ ഫ്രണ്ട്ലി അല്ലെ? ഒരെണ്ണം എക്കോ ഫ്രണ്ട്ലി. പിന്നെ എന്തായിരുന്നു? ഇലക്ട്രോഡ്സ് നോട്ട് എഫക്റ്റഡ്. പിന്നെ അവരോട് പറഞ്ഞു എന്താ? മോർ എഫിഷ്യന്റ്. അവരോട് പറഞ്ഞു എന്തായിരുന്നു? മോർ എഫിഷ്യന്റ്. കുഴപ്പമില്ലല്ലോ. എന്തായിരുന്നു? 3 അഡ്വാൻറ്റേജസ്. എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്തായിരുന്നു? ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ്. പിന്നെ എന്താണ്? മോർ എഫിഷ്യൻസി. മോർ എഫിഷ്യൻസി. മോർ എഫിഷ്യൻസി. കുഴപ്പമില്ലല്ലോ. A4ൽ ഷോർട്ട് ആയിട്ട് പഠിക്കുക കേട്ടോ. ഷോർട്ട് ആയിട്ട് എഴുതി പഠിക്കുക. എല്ലാ ഷീറ്റിൽ കൊള്ളാവുന്ന രീതിയിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എല്ലാ ദിവസവും കൊണ്ടുവന്നോളൂ. അപ്പൊ ഇടയ്ക്ക് 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വായിച്ചു തരാം മാഷ്. ഇത് മാച്ച് കളയില്ല. അപ്പൊ നിങ്ങൾക്ക് അത് എപ്പോഴും എന്താ ഓർമ്മയിൽ തങ്ങി നിൽക്കും. അത് പഠിച്ചോളൂ അങ്ങനെ. അപ്പൊ എന്താ വരിക? മോർ എഫിഷ്യൻസി. പ്രശ്നമില്ലല്ലോ, അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നേ. അടുത്തേക്ക് കിടക്കട്ടെ. കഴിഞ്ഞ എഴുതിയെത്തിയ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. From the positions of elements in the electrochemical series, Cu can displace silver from silver nitrate solution. അല്ലെ? ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. അത് എന്താ പറയുന്നത്? Cu can displace. ബോർഡിൽ ശ്രദ്ധിച്ചേ. Cu can displace ആരാണ്? സിൽവർ. ഫ്രം എവിടുന്ന? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരണേന്ന് കൂടെ നോക്കട്ടെ. അപ്പൊ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ? Cu can displace silver from silver nitrate solution അല്ലേ? അപ്പൊ ഇതില് ആരാണ് ഇലക്ട്രോണിനെ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിവ് കൂടുതൽ? സിൽവറിനാണോ കോപ്പറിനാണോ? ആർക്കാ? സിൽവർ കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ആർക്കാ? കോപ്പറിനാ സിൽവറിനാ? ഇത് പഠിക്കണം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷനിലുള്ള ബോർഡിൽ ശ്രദ്ധിക്കട്ടോ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സൊല്യൂഷനിലുള്ള ആര്? പറയേ. AgNO3 അല്ലെ? AgNO3 എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാനായിട്ട് നോക്ക്. AgNO3 എന്ന് പറഞ്ഞാൽ എന്താ? Ag പ്ലസ് അല്ലേ മക്കളെ? Ag പ്ലസ് പോയിട്ട് ആരെ കാണണം? കോപ്പറിനെ കാണണം. വേണ്ടേ? എന്നിട്ട് ആരെ പിടിച്ചെടുക്കണം? ആരെ വലിച്ചെടുക്കണം? കോപ്പറിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കണം. അപ്പോഴാണ് സിൽവറിന് എന്ത് സംഭവിക്കുക? റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്താവുക? സിൽവർ ആയിട്ട് സോളിഡ് ആയിട്ട് ഏതുമ്പോ കയറിയിരിക്കുക? ഇലക്ട്രോഡുമ്പോ കയറിയിരിക്കുക. എന്നിട്ട് ആരെന്ന് ചവിട്ടി പുറത്താക്കി വിടുന്നത്? കോപ്പറിനെ ചവിട്ടിട്ട് എങ്ങടാക്കും? Cu2+ ആയിട്ട് എങ്ങോട്ട് വിടും? സൊല്യൂഷനിലേക്ക് വിടും. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞേ ആണോ? അതെ. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ് ചെയ്യുമ്പോ നമ്മൾ എഴുതിയൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? ലെസർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ആള് അല്ലെ? ആണോ? ബുക്ക് എടുത്ത് തുറന്നു നോക്കി. ലെസർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ആള് ആരെയും പിടിക്കുക? മോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ആളെയാണ് എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ് ചെയ്യുക. വേറൊരു ടേംസിൽ ഇത് പറഞ്ഞിരുന്നു. എങ്ങനെയാ? ലെസർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവന്റെ റിയാക്ടിവിറ്റി എന്താ? പറയോ? മോർ റിയാക്ടിവിറ്റി അല്ലെ? അപ്പൊ മോർ റിയാക്റ്റീവ് എലമെന്റ് ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് എലമെന്റ്.
അങ്ങനെയല്ല എഴുതിയത്. ബുക്ക് തുറന്നു നോക്കിയിട്ട് നോക്കത് ലെസ് റിയാക്ടിവിറ്റി. രണ്ട് രീതിയിലും നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അനാലിസിസ്. കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റിലുള്ള സിൽവർ എവിടെ പോവാണ്? കോപ്പറിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്? ഇലക്ട്രോണെ വാങ്ങുക. അപ്പൊ ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതല്? ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതല്? പറയണ മക്കളെ, സിൽവറിന്. കോപ്പറിന് കമ്പാരിറ്റീവ്ലി എന്താ? കുറവാണ്. നമ്മുടെ ടോപ്പിക് അവിടെ വരികയാണ്. ടോപ്പിക് അപ്പൊ എന്താ? മോർ റിയാക്റ്റീവ് എലമെന്റ് ക്യാൻ ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഫ്രം ദെയർ സൊല്യൂഷൻസ്. അല്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിന്റെ ടേംസിൽ പറയുകയാണെങ്കിലോ ലെസർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എന്താണ്? ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെറ്റൽ ഫ്രം ദെയർ സോൾട്ട് സൊല്യൂഷൻ. ഇങ്ങനെയല്ലേ പഠിപ്പിച്ച് നമ്മള്. ഓക്കെ, ഇനി ആ ചോദ്യങ്ങളിലേക്ക് വരാം. റെപ്രസെന്റ് ദ സെൽ കൺസ്ട്രക്റ്റഡ് വിത്ത് കോപ്പർ ആൻഡ് സിൽവർ ഇലക്ട്രോഡ്. ഇങ്ങനെയാണ് ചോദ്യം വന്നത്. ഫസ്റ്റത്തെ ചോദ്യം ഇതാ. ഈ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? കോപ്പറും പിന്നെന്താണ്? കോപ്പർ അല്ല, ആരാണ്? കോപ്പർ തന്നെയാണ്. കോപ്പറും അതുപോലെ സിൽവറും. ശ്രദ്ധിക്കോ, കോപ്പറും അതുപോലെ സിൽവറും തമ്മിൽ ഒരു എന്തുണ്ടാക്കുകയാണ്? സെല്ല് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സെല്ലിനെ എന്ത് ചെയ്യാനാ പറയുന്നത്? റെപ്രസെന്റ് ചെയ്യാനാണ് പറയുന്നത്. ആ പെൺകുട്ടികളുടെ ലാസ്റ്റത്തെ ബെഞ്ചാരി കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഒരു ഉഷാറാവട്ടെ. പൊന്ത് 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 വേഗാവട്ടെ. അതൊക്കെ ശരിയാവണ്ട അവിടെ. ആ ശരിയൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേ. അപ്പൊ ചോദ്യം ഒന്ന് കേൾക്കണുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് പറയുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് എന്താ പറയണേ? ഇത് വെച്ചൊരു സെല്ല് ഉണ്ടാക്കിയാൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ മക്കളെ, ഇവിടെ ഏതൊക്കെ എലമെന്റ്സ്? കോപ്പറും സിൽവറും. സെല്ല് റെപ്രസെന്റ് ചെയ്യാറിയാലോ? വിരലിട്ടിട്ട് ആണോ? സെല്ല് റെപ്രസെന്റേഷൻ എങ്ങനെയാ? വരിയിട്ടിട്ടാണ് അല്ലെ? ഫസ്റ്റ് സബ് ക്വസ്റ്റിന്റെ ആൻസർ അങ്ങനെ വരും. ഇതിൽ ആരാ ആനോടാവുക, ആരാ കാഥോടാവുക? പറഞ്ഞേ. ആനോടാവുക ആരാ? റിഡക്ഷൻ പൊട്ടൻഷ്യല് കുറവുള്ള ആള്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി. ഏതാ? കോപ്പർ ആണ്. അത് ഈ കാര്യം ക്ലിയർ ആണ് കേട്ടാ, എന്നാലും അത് കിട്ടുള്ളൂ. ഇലക്ട്രോകെമിക്കൽ സീരീസ് തന്നിട്ടുണ്ടാ? അത് തന്നിട്ടില്ല. പിടിയിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാവണം. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ കോപ്പറിനാണ് എന്ത്? ലെസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും സിൽവറിനാണ് എന്ത്? ഹൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും. അതിനാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പിടികിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം വെച്ചിട്ട് അത് മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെ? ആദ്യം ആരെ റെപ്രസെന്റ് ചെയ്യുക? ആനോഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ആദ്യം ആരെ റെപ്രസെന്റ് ചെയ്യുക? ഇതിൽ ആരാ ആനോഡ്? കോപ്പർ. ഭാഷ ശ്രദ്ധിച്ചേ. അപ്പൊ എങ്ങനെ എഴുതാറ് നമ്മള്? കോപ്പർ അല്ലേ? ഒരു വരി ഇടണം. എന്നിട്ട് എന്താ? കോപ്പറിന്റെ അയോൺ എന്താ? Cu2+. Cu2+. കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് വരയ്ക്കണം? എന്തിനെ റെപ്രസെന്റ് ചെയ്യണം? അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാനുള്ളത്? രണ്ട് പാരലൽ ലൈൻസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ? ഇനി ആരാ കാഥോഡ്? സിൽവർ. Ag പ്ലസ് ആണ് എഴുതണ്ടേ? Ag ആണ് എഴുതണ്ടേ? Ag പ്ലസ് ആണ് എഴുതേണ്ടത് ആദ്യം. അപ്പൊ Ag പ്ലസ് പിന്നെ ആരാ? Ag. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാം അല്ലെ? അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ. നമ്മൾ ഈ ചോദ്യം കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലെ? ചോദ്യമല്ല, ഉത്തരം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഉത്തരം എവിടുന്ന് വരണ്ടേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവണം അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് മനസ്സിലാവണം അവിടെ ആരാണ് കാഥോഡാവുക, ആരാണ് ആനോഡാവുക. എന്നിട്ട് സെല്ല് റെപ്രസെന്റ് ചെയ്യാൻ അറിയും വേണം. പ്രശ്നമില്ലല്ലോ. മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതി വെച്ച് അത് പല ബുക്കിലൊക്കെ എഴുതി വെക്കേണ്ട. പിന്നെ പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ പിടി കിട്ടണം. വേണമെങ്കിൽ പ്രിന്റിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ പ്രിന്റിൽ എഴുതിയിട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പൊ ചോദ്യം അനലൈസ് ചെയ്യുന്നത് കൂടെ പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നത് കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. ഈ സെക്ഷൻ ഒന്ന് എഴുതിയിടണം കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റിന് എങ്ങനെയാണ് ഇത് മനസ്സിലായി എന്നുള്ളത് പിടികിട്ടണം. ഇത് പിടികിട്ടിയാ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം പിടികിട്ടിയ? കോപ്പർ ആരെ ഡിസ്പ്ലേസ് ചെയ്തു? സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറയുമ്പോൾ സിൽവറിനാണ് എന്ത്? ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യല്. റിയാക്ടിവിറ്റി എന്ത്? ലെസ്. കുഴപ്പമില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പഠിക്കേണ്ട തമാശകളായിട്ട് കാണാതിരിക്കോ. നമ്മള് ബൈഹാർട്ട് ചെയ്ത് മാത്രം പഠിച്ചു പോയ പോരാ. ഈ പാടൊക്കെ പണി വയ്ക്കല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല.
എന്തായി സെറ്റായ. അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് ഇവിടേക്ക് ഒന്ന് കാണിച്ചു മക്കളെ, ഇവിടേക്ക് ഒന്ന് ചെയ്യാമോ? ശ്രദ്ധിച്ചേ, ഇത് ഇങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ തന്നെ ഒരു ഫ്രെയിം ആയിട്ട് എടുത്തു വെച്ചാൽ മതി മൈൻഡിൽ. എങ്ങനെയാ? കോപ്പർ ഡിസ്പ്ലേസ് ആരാ? കോപ്പർ ഡിസ്പ്ലേസ് ആരാ? AG. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. എന്താ കോപ്പർ ഡിസ്പ്ലേസ് AG എന്ന് പറയുമ്പോ കോപ്പർ എന്താ? ലെസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കുഴപ്പമില്ലല്ലോ, ലെസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിന് മറ്റൊരു അർത്ഥം ഉണ്ട്. എന്താ? മോർ റിയാക്ടിവിറ്റി. അതിന് വേറൊരു അർത്ഥം ഉണ്ട്. എന്താ? അതാണ് ഇവിടെ എന്താവുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കമ്പാരിസൺ ഉണ്ടായാൽ മതി. വേറെ ഏത് സാധനം വന്നാലും എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പുറത്തേക്ക് അപ്പൊ സിൽവർ എന്താണ്? സിൽവർ എന്താ? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. റിയാക്ടിവിറ്റി അവരുടെ എന്തായിരിക്കും? കുറവായിരിക്കും. അവനാണ് എന്താവുക? കാഥോഡ് ആവുക. അതൊരു ഫ്രെയിം ആയിട്ട് മനസ്സിൽ റെഡിയാക്കി വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ പിടി കിട്ടും. നീ എപ്പോഴും കോപ്പർ സിൽവർ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, വേറെ വന്നാലും നമുക്കത് കിട്ടണം. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. വേറെ വന്നാലും കിട്ടണം, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയതില് ഇനി ഉണ്ടായില്ല ചോദ്യം. റൈറ്റ് ഡൗൺ ദ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വേഗം ആവട്ടെ. ഈ നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കി എടുത്തോളൂ കേട്ടോ. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ കിട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യാൻ നമുക്ക് ക്ലാസ്സിൽ. അപ്പൊ അത് ഓർമ്മയിലുണ്ടോ? അല്ലെങ്കിൽ ചാപ്റ്റർ ഒക്കെ പഠിക്കണമെന്ന് മറക്കും. പിള്ളേരോട് ചോദിക്കാനുള്ളത് മാറ്റടല്ലേ. അടുത്തേക്ക് ഇറങ്ങട്ടെ. അടുത്ത നോക്കിയ മക്കളെ, ബോർഡ് ശ്രദ്ധിച്ചേ. അടുത്ത സബ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? അടുത്ത സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിയേ, റൈറ്റ് ഡൗൺ ദ സെൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്. അല്ലെ, എന്താ പറയുന്നത്? ഈ സെൽ റിയാക്ഷൻ സെല്ലില് ആരൊക്കെ തമ്മിലുള്ള സെല്ലാ? കോപ്പറും, പറയൂ, കോപ്പറും സിൽവറും തമ്മിലുള്ള സെല്ലില് എവിടെയുള്ള റിയാക്ഷൻസ് എഴുതാനാണ് പറയണേ? ആനോഡിലും. നമ്മളിത് വൈകാട്ട് പഠിച്ചിട്ടുണ്ടാ? ഇല്ല, നമ്മൾ സിങ്കിന്റെയും കോപ്പറിന്റെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ഏത് വന്നാലും എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. സിമ്പിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യപ്പോ ആദ്യം ആനോഡ്. അറ്റ് ആനോഡ്, ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാന്ന് ആലോചിക്കുക ആദ്യം. ആനോഡായിട്ട് വർക്ക് ചെയ്യണ ആരാ? കോപ്പർ. അത് ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക. Cu എന്നുള്ളത് എന്തായിട്ടാ മാറിയേ? Cu2+. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, Cu എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? Cu2+ ആയിട്ട് മാറി. ഏതാ ഇലക്ട്രോഡ്? പ്രോസസ് എന്താ? ഇലക്ട്രോണിന് എന്താ ചെയ്തിട്ടുണ്ടാവുക? വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അപ്പോ മാഷ ഏത് സൈഡിലെ ഇലക്ട്രോൺസിനെ എഴുതണ്ടേ? പ്രോഡക്റ്റ് സൈഡിലാണോ റിയാക്ഷൻ സൈഡിലാണോ? പ്രോഡക്റ്റ് സൈഡിലാണോ റിയാക്ഷൻ സൈഡിലാണോ? ഏത് സൈഡാ? പ്രോഡക്റ്റ്. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് എല്ലാ സെല്ലിന്റെയും ബൈ ഹാർട്ട് ചെയ്ത് പോണ കാര്യമാണോ പറയണേ? അല്ല, അത് കണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാനായിട്ട് പറ്റണം. ഇനി അറ്റ് ആരാ? അറ്റ് കാഥോഡ്. കാഥോഡിൽ കാര്യങ്ങൾ പറഞ്ഞേ. കാഥോഡായിട്ട് വർക്ക് ചെയ്ത ആരാ? ശ്രദ്ധിക്കൂ, ആരാ? സിൽവർ. സിൽവറിന്റെ ചാർജ് ശ്രദ്ധിക്കണം. എല്ലാത്തിലും 2+ അല്ല. സിൽവറിന്റെ ചാർജ് എന്തേ ഉള്ളൂ? Ag+ ഉള്ളൂ. അപ്പൊ സിൽവറിന്റെ ഇക്വേഷൻ എന്താ വരിക? Ag+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ആരായിട്ട് മാറും? Ag ആയിട്ട് മാറും. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്യാനല്ല പറയണേ. നമ്മളത് നോക്കിയിട്ട് ചാർജ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഏത് വന്നാലും എഴുതാനായിട്ട് പറ്റണം. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ആനോഡ് കാഥോഡ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ അല്ലേ? ഇത് വേറെ ഒന്നും എഴുതാനില്ല. അടുത്ത എന്താ? റൈറ്റ് ദ, പറയൂ, റൈറ്റ് ദ എന്താ? നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ ദ എബവ് സെൽ. റൈറ്റ് ദ നേഴ്സ്റ്റ് ഇക്വേഷൻ. ശ്രദ്ധിച്ച മക്കളെ, നേഴ്സ്റ്റ് ഇക്വേഷൻ എന്താ? സെല്ലിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു. അപ്പൊ അത് അതിലേക്ക് ആഡ് ചെയ്യണം. എഫോറിലേക്ക് ആഡ് ചെയ്യാം. സെല്ലിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ ട്ടാ. നേഴ്സ്റ്റ് ഇക്വേഷൻ ഓഫ് സെല്ല് എന്തായിരുന്നു? ഇ സെൽ ഈക്വൽ ടു എന്തായിരുന്നു? പറയൂ. E0 സെൽ പ്ലസ് ആ മൈനസ് ഉപയോഗിച്ച് നമ്മള് നടുക്കില് നോക്കിട്ട് പറ. പ്ലസ് ആ മൈനസ്? പ്ലസ് ആണോ ഉപയോഗിച്ചേ? പ്ലസ് ആണ്. ഒരെണ്ണം പഠിച്ചാൽ മതി, പ്ലസോ മൈനസോ പഠിച്ചാൽ മതി. ഈ സെല്ല് സിങ്കിന്റെ ഡെറിവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ എടുക്കണം. ഈ സാധനം പ്ലസ് ആണ് അല്ലേ? പ്ലസ് 0.0591/n ലോഗ് ആരാ? കോൺസെൻട്രേഷൻ ഓഫ് ആരാ? കാഥോഡാണോ? മുകളില് കാഥോഡ് റേസ് ടു x എന്ന് എഴുതി. ബൈ ആരാ? ആനോഡ് റേസ് ടു y. ഷോർട്ട് ആക്കിയിട്ട് എഴുതുക കേട്ടോ. ഇതാണ് സെല്ലിന്റെ ഇക്വേഷൻ വരുന്നത്.
ഡൗട്ട് നിങ്ങൾ ചോദിച്ചോളൂ, സംശയം നിങ്ങൾ ചോദിച്ചോളൂ. ചോദ്യങ്ങൾ നീങ്ങുമ്പോ നാളെ ഫിസിക്സ് കേട്ടോ. നാളെ വരുമ്പോ ഏത് കൊണ്ടുവരണം? ഒരു റെഫം കൊണ്ടുവരിക. ഈ പ്രിന്റ് കൊണ്ടുവന്നോളൂ കേട്ടാ. ഈ പ്രിന്റ് കൊണ്ടുവന്നോളൂ. ഏത് പ്രിന്റ്? കെമിസ്ട്രിയുടെ പ്രിന്റ് കൊണ്ടുവന്നോളൂ. ഒരു 3 ചോദ്യം നാളെ ചെയ്യാം. മനസ്സിലായ? പതുക്കെ ചെയ്യാം നമുക്കത്. പിന്നെ സൺഡേ നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അതെയ്യാ ക്ലാസ്സിൽ വേളം കൊണ്ടിരിക്കോട്ടെ. എന്നിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്താ? ഈ സെല്ല് ഈക്വൽ ടു E0 സെല്ല് പ്ലസ് 0.0591 ബൈ n. അത് പറയണ്ട. ലോകാര കാഥോഡ് റേസ് ടു എക്സ്, ആനോഡ് റേസ് ടു വൈ. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ. അപ്പൊ ഈ സെല്ലിന്റെ എന്ത് എഴുതാനാ പറയണേ? ഈ സെല്ലിന്റെ എന്ത് എഴുതാനാ പറയണേ? ഈ സെല്ലിന്റെ എന്ത് എഴുതാനാ പറയണേ? ഒരു പ്രശ്നം ചാടി എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? കാഥോഡ് റേസ് ടു എക്സ്, ആനോഡ് റേസ് ടു വൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടല്ലേ. ഇത് ശ്രദ്ധിച്ച് വേറെ കാര്യം കേട്ടോ. സ്കൂളിൽ ചിലപ്പോ എക്സും വൈയോ ആവില്ല എഴുതുക. ചിലപ്പോ എയും ബി ആയിരിക്കും. പ്രശ്നമില്ലല്ലോ. രണ്ടാന്നൊന്ന് പറയായിരിക്കും. ഈ എക്സും വൈയും എന്തായിരുന്നു? സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ, സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. അപ്പൊ ഈ സെല്ലിന്റെ നഴ്സ്റ്റ് ഇക്വേഷൻ എഴുതുന്നതിന് മുൻപ് നമ്മൾ ഈ സെല്ലിന്റെ ബാലൻസ്ഡ് ഓവറോൾ റിയാക്ഷൻ എഴുതണം. വേണ്ടേ? വേണോ? എന്നാലാണ് നമുക്ക് എക്സും വൈയും കിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുക. ആരതിനോട് ശ്രദ്ധിക്കുക. ശ്രദ്ധ പോണു. ശ്രദ്ധിക്കുക. എന്താ? ആനോഡ് സെക്ഷനും കാഥോഡ് സെക്ഷനും എന്ത് ചെയ്യാ? പറയണ. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വേണ്ടേ? ഒന്നല്ലെങ്കിൽ ആഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ റിയാക്ടന്റ് മാത്രം ആഡ് ചെയ്യാം. ആരാ റിയാക്ടന്റ്? ഇവിടുത്തെ റിയാക്ടന്റ് ആരാ? Ag പറയേ പ്ലസ് ബിക്കം ആരാ? Cu ആരായിട്ട് മാറണേ? Cu2 പ്ലസ് മറ്റേ ആളാരായിട്ട് മാറും? സ്റ്റോഷിയോമെട്രി സെറ്റ് ആയ? ഇല്ല. ബാലൻസ് ചെയ്യണ്ടേ? ചാർജ് ബാലൻസ് ആവണ്ടേ? വേണോ? ഇവിടെ എത്ര പ്ലസ്സാ? ഇവിടെ എത്ര പ്ലസ്സാ? അപ്പൊ ഈ പ്രോഡക്റ്റ് സൈഡിൽ എത്ര പ്ലസ്സാ? റിയാക്ടന്റ് സൈഡിൽ എത്ര പ്ലസ്സാ? അപ്പൊ ഈ Agയുടെ മുന്നിൽ എത്ര ഇട്ട് കൊടുക്കാം? 2. പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇവിടെ 2 Ag, അപ്പുറത്ത് എത്ര Ag ഉള്ളൂ? അപ്പൊ ആ Agയുടെ മുന്നിൽ എത്ര ഇട്ട് കൊടുക്കാം? 2. പ്രശ്നമില്ലല്ലോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? n കണ്ടുപിടിക്കണം. ഇക്വേഷനിൽ നോക്കി കാണാം. ഇവിടെ n എഴുതണ്ടേ? കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. n എഴുതണ്ടേ? ഈ കേസിൽ എന്താ? ഒരു Cu 2 ഇലക്ട്രോൺസിനെ, ആ 2 ഇലക്ട്രോൺസിനെ 2 Ag വാങ്ങിച്ചു. അപ്പൊ n എത്രയാ? 2. ബാലൻസ്ഡ് ഇക്വേഷനിൽ കൊടുക്കൽ വാങ്ങലുകൾ എത്രയാ? 2. അപ്പൊ n റെഡി ആയി അല്ലേ? ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നഴ്സ്റ്റ് ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. എന്താ? ഇവിടെ ശ്രദ്ധിക്കുക. തിരക്കൂട്ടല്ലേ? E സെൽ ഈക്വൽ ടു വായിച്ചേ E0 സെൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. പ്ലസ് എത്രയാ? 0.0591 ബൈ 2 ലോഗ് ആരാ? കാഥോഡ് ആരാ? Cu. കാഥോഡ് ആരാ? അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ Ag എന്നാണോ എഴുതണ്ടേ? അല്ല. എന്ന് എഴുതണ്ടേ? Ag പ്ലസ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കട്ടോ. തമാശ കളിച്ചിരിക്കോ. നമ്മള് സബ്ജക്ട് തിയറി പറഞ്ഞുമ്പോ വലിയ കുഴപ്പമില്ല. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പറയുമ്പോ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ശ്രദ്ധിക്കണം. പരീക്ഷിക്കുന്നത് വേറെ രീതിയിൽ വരുമ്പോ എന്താ? നമ്മളത് പഠിച്ച സാധനം അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റണം. അതുകൊണ്ടാ പറയുന്നത്. Ag എഴുതി മാഷ്. പവർ എത്ര എഴുതണ്ടേ? പറഞ്ഞേ. പവർ എത്ര എഴുതണ്ടേ? നോക്കിക്കോ. Ag പ്ലസിന്റെ കോൺസെപ്റ്റ് എത്രയാ? 2. അപ്പൊ Ag പ്ലസ് റേസ്റ്റ് എത്ര ഇടണം? 2 ഇടണം. അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആരാ? അടിയിൽ ആരാ? ആനോഡ്. ആനോഡിന്റെ സൊല്യൂഷൻ ആരാ? Cu2 പ്ലസ്. പവർ എത്രയാടാ മക്കളെ? എത്രയാ? 1. ഇത്രയും സാധനം എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. വെറുതെ അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. കാഥോഡിന്റെയും ഇവര് ചെക്ക് ചെയ്യണം. എന്താണെന്ന് അറിയോ? ശരിക്കും ഇങ്ങനെ സെല്ലിന്റെ നഴ്സ്റ്റ് ഇക്വേഷൻ പറയുമ്പോ ചെക്ക് ചെയ്യണം എന്താ? എന്തെടുക്കാൻ അറിയോ? n എടുക്കാൻ അറിയോ? പിന്നെ ചെക്ക് ചെയ്യണം എന്താ? എന്തെടുക്കണ്ടോ? പവർ എഴുതുണ്ടോ? ആ പവർ എഴുതാൻ അറിയണ്ടോ? ഈ ഇക്വേഷൻ എഴുതിട്ട് വെറുതെ നഴ്സ്റ്റ് മാർക്ക് കിട്ടോ? ഇല്ല. ഈ 2 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഉത്തരം ഭംഗിയായിട്ട് എഴുതി വെച്ച് നമ്പർ ഇട്ടോളൂ. ഉത്തരം എഴുതുമ്പോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോളൂ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോളൂ കേട്ടാ. നിങ്ങൾ പറഞ്ഞ ഇക്വേഷൻ കറക്റ്റ് തന്നെയല്ലേ? അല്ലെങ്കിൽ അത് ഇട്ടോട്ടെ. അപ്പൊ എത്രണ്ണം കഴിഞ്ഞു? 3 എണ്ണം കഴിഞ്ഞു. നാളെ ഒരു പ്രിന്റ് കൊണ്ടുവന്നോളൂ എല്ലാവരും.
കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. 4ാമത്തെ ചോദ്യം എടുത്തേ. വേഗായി എന്താ എഴുതി കഴിഞ്ഞാ കൊണ്ടെന്നെ അടുത്തേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം നോക്കിയേ. ലെഡ് സ്റ്റോറേജ് സെൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സെക്കൻഡറി സെൽ ഇൻ ഓട്ടോമൊബൈൽ. കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സെക്കൻഡറി സെൽ? എന്താ സെക്കൻഡറി സെല്ല്? പഠിച്ചോണ്ടിരാൻ പറഞ്ഞാണ് അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും, റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ കൊടുത്തേ സെക്കൻഡറി സെൽ. സെക്കൻഡറി സെല്ല് എന്താ? കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ്ഡ്. മൊത്തം ആറിന്റെ കളിയാണ് അല്ലെ. മറ്റേ റീചാർജ് കൈയോടെ ഇതോടെ എഴുതിക്കോ. പ്രൈമറി സെല്ല് കൂടെ എഴുതിക്കോ. പ്രൈമറി സെൽ എന്താ? കനോട്ട് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ആൻഡ് റീചാർജ്. അറിയുന്നതാണ് എഴുതിയത്. കനോട്ട് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ്, പിന്നെ എന്താ? റീചാർജ്. റീചാർജ് ചെയ്യാനും പറ്റില്ല, കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാനും പറ്റില്ല, എന്ത് ചെയ്യാനും പറ്റില്ല, റിവേഴ്സ് ചെയ്യാനും പറ്റില്ല. 4ാമത്തേലെ സബ് ക്വസ്റ്റ്യൻ ബി എടുത്ത് എഴുതിയാ. എ ആണ് ഇപ്പൊ എഴുതിയത്. വാട്ട് ഈസ് സെക്കൻഡറി സെല്ല് നമ്മൾ പറഞ്ഞു. സെക്കൻഡറി സെല്ല് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി, ഒന്ന് പറയടാ, കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ആൻഡ് റീചാർജബിൾ. ആൻഡ് എന്താണ്? റീചാർജബിൾ. ഇതപ്പല്ലോ. പ്രൈമറി എന്താണ്? കെമിക്കൽ റിയാക്ഷൻ കനോട്ട് കനോട്ട് എന്താ? റിവേഴ്സ് ആൻഡ് ദേ കനോട്ട് ബി റീചാർജബിൾ. അടുത്ത് നോക്കിയേ. വാട്ട് ആർ ദ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദ സെൽ? അത് ഏത് സെല്ലിനെ കുറിച്ച് ചോദിക്കുന്നേ? മുകളിലൊരു വരി പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഏതാ? ലെഡ് സ്റ്റോറേജ് സെൽ. ലെഡ് സ്റ്റോറേജ് സെല്ലിന്റെ ആനോഡും കാഥോഡും പറഞ്ഞേ. A4ലേക്ക് അടിച്ചു കൊടുത്തോ. ലെഡ് സ്റ്റോറേജ് സെല്ല് കേട്ടാ. ലെഡ് സ്റ്റോറേജ് സെല്ല് ഷോർട്ട് ആയിട്ട് മതി കേട്ടാ. ആനോഡ്. ആനോഡ് ആരാ പറഞ്ഞേ? PB അല്ല, ഏതായിരുന്നു? ലെഡ് പ്ലേറ്റ് അല്ലെ. PB പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. കാഥോഡ് എന്തായിരുന്നു? ഗ്രിഡ് ഓഫ് ലെഡ് അല്ലെ. ഗ്രിഡ് ഓഫ് ലെഡ് വിത്ത് PbO2 അല്ലെ. ആണോ? കയ്യോടെ ഇതും കൂടെ എഴുതുക. ഇലക്ട്രോലൈറ്റും കൂടെ എഴുതുക. ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? 38% ബൈ മാസ് ആരാ? സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. 38% ബൈ മാസ് ആരാ? സൾഫ്യൂരിക് ആസിഡ്. 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. പറഞ്ഞു കേട്ട് എഴുതുക. ചെറുതാക്കിയിട്ടാണ് എഴുതണം. എല്ലാം കൊള്ളാൻ വേണ്ടിട്ട്. ബാക്കി അവിടെ എഴുതാം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതേണ്ടി വരുന്നുള്ളൂ അല്ലെ. ആനോട് ആരാ പറഞ്ഞേ? ലെഡ് പ്ലേറ്റ് മാത്രമേ ചെയ്യുന്ന പക്ഷെ അല്ലെ. ലെഡ് പ്ലേറ്റ്. കാഥോഡ് ആരാ? കൂടെ പറയടാ. ഗ്രിഡ് ഓഫ് ആരാ? PB എന്ന് വെച്ചാൽ ലെഡ് ആണ് കേട്ടോ. ഗ്രിഡ് ഓഫ് ലെഡ് വിത്ത് ആരാ? PbO2. ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാ? 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണോ? 4 സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിറങ്ങാം. റൈറ്റ് ഡൗൺ ദ റിയാക്ഷൻസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിംഗ് ഡിസ്ചാർജിങ് ഓഫ് ദ സെൽ. ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഡ് സ്റ്റോറേജിന്റെ ഡ്രൈ സെല്ലിന്റെ ഒന്നും എന്ത് പഠിക്കണ്ട, കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് എന്തായിട്ട് വന്നിട്ടില്ലേ? ചോദ്യമായിട്ട് വന്നിട്ട്. അപ്പൊ അന്ന് കൊല്ലം നോക്കി നോക്കിയേ. നിങ്ങള് അന്ന് കൊല്ലം നോക്കി നോക്കിയേ. 2009 നിങ്ങൾ ഈ പേപ്പർ തമാശ കാണിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇതിന്റെ പിന്നിലത്തെ കഴിഞ്ഞ പോലത്തെ അവസ്ഥ തന്നെ. ഇതിന്റെ പിന്നിലത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് വയ്ക്കുക. നിങ്ങൾ ഇതിന്റെ പിന്നിലത്തെ ക്വസ്റ്റ്യൻസ് 54ാമത്തെ ചോദ്യം നോക്കി നോക്കിയേ. 54ാമത്തെ ചോദ്യം എടുത്തോ. 54ാമത്തെ ചോദ്യം എന്താ? 54ാമത്തെ ചോദ്യം ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി. ഹൗ ഡസ് ഇറ്റ് വേരി വിത്ത് കോൺസ്റ്റന്റ്? ഡയറക്റ്റ് ചോദ്യമല്ലേ. അടുത്ത ചോദ്യം വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ് ദ ലോ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഏതാ സ്റ്റേറ്റ് ചെയ്യാൻ ലോ? ഏതാ? വീക്കിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ലോ ഏതാ? കോൾറേഷൻസിൽ അത് സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നു. അടുത്ത ചോദ്യം നോക്കി നോക്കിയേ. സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് H2O2 fuel cell. ഇപ്പുറത്ത് നോക്കി നോക്കിയേ. Write the chemical equations of electrode reactions. Write the advantages. അടുത്ത നോക്കി നോക്കിയേ. Example for secondary cell. ഇത് എന്തിന്റെ സംഭവം എന്നറിയോ? ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങൾ കണ്ട സെൽ റിയാക്ഷൻ എഴുതുന്നതും എന്നിന്റെ വാല്യൂ എടുക്കുന്നതും പിന്നെ ഈ സാധനം കണ്ട ഈ ചോദ്യം ശ്രദ്ധിച്ചാ നിങ്ങള് പക്ഷെ പറയാൻ ശ്രമിക്കുന്ന കാര്യം മനസ്സിലാക്കോ? ഈ ചോദ്യം ശ്രദ്ധിച്ചാൽ ഈ ചെയ്ത 2-3 ചോദ്യങ്ങളെ പ്രത്യേകത എന്തായിരുന്നു? കുറച്ചൊന്ന് ടിസ്റ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചിരുന്നേ. പണ്ട് ചോദിച്ചിരുന്നത്. ഇപ്പൊ അവസാന വർഷങ്ങളിലായിട്ട് എങ്ങനെ ചോദിക്കണം? ഒക്കെ ഡയറക്റ്റാ. സ്റ്റേറ്റ് ദ ലോ, സ്റ്റേറ്റ് ദ ഡയഗ്രാം. മനസ്സിലാവണ്ട.
പിടികിട്ടണ്ട. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രെൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞത് എന്ത് ലെഡ് സ്റ്റോറേജിന്റെ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ട്രെൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറുണ്ട്. ഈ പഴയ ലെവലിലേക്ക് എന്താ പോണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ ലെഡ് സ്റ്റോറേജിന്റെ സാധനം എന്ത് ചെയ്തോ, പഠിച്ചോ, മുക്ക് മൂലി പഠിക്കണം. അതാണ് പറഞ്ഞു തരുന്നത്, പിടികിട്ടണ്ട. അപ്പോ നമ്മുടെ A4ലേക്ക് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, ലെഡ് സ്റ്റോറേജ് എഴുതിയിട്ട് ആനോഡ് റിയാക്ഷൻ പിന്നെ ആരാ കാഥോഡ് റിയാക്ഷൻ അങ്ങോട്ട് എഴുതി കൊടുത്തേ. അപ്പൊ നാളേക്ക് പഠിക്കാനുള്ളത് സ്പെസിഫൈ ചെയ്ത് തരാം കേട്ടോ. നാളെ ചോദിക്കൂട്ട ക്ലാസ്സിൽ കുറച്ച് സാധനങ്ങൾ, ഒന്നുമില്ല ഫ്യൂവൽ സെല്ലിന്റെ സാധനം ചോദിക്കാം, പിന്നെ ഇത് മതി ലെഡ് സ്റ്റോറേജിന്റെ ഇക്വേഷൻസ് പഠിക്കണം. അപ്പൊ എന്ത് വന്നിട്ട് മുന്നേ അത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. ഇക്വേഷൻസ് എഴുതുക. എന്തായിരുന്നു ഇക്വേഷൻസ്? ആനോഡ് കാഥോഡ് അത് എഴുതി കഴിഞ്ഞാൽ ഇറങ്ങാം. ആനോഡിൽ നടക്കുന്നത് PB പ്ലസ് SO4 2 മൈനസ് PB പ്ലസ് SO4 2 മൈനസ് എന്തായിട്ട് മാറി? PB SO4 ആയിട്ട് മാറി. ശരിയല്ലേ? രണ്ട് സൾഫേറ്റ് പ്ലസ് 2E മൈനസ് കാഥോഡിൽ നടക്കണ എന്താ? PbO2 അല്ലെ പ്ലസ് 2H പ്ലസ് PbO2 പ്ലസ് 2H പ്ലസ് എത്ര ഇലക്ട്രോൺസാ? പ്ലസ് SO4 2 മൈനസ് ഉണ്ട്. SO4 2 മൈനസ് ബുക്കിലുണ്ട് കേട്ടോ, ബുക്കിൽ നോക്കി എഴുതിക്കോ. ബിക്കം ആരാ? PbSO4. ബൈ പ്രൊഡക്റ്റ് ഉണ്ട് അതില്, വാട്ടർ ഉണ്ടാ, വാട്ടർ ഉണ്ടെന്നു അല്ലെ, പ്ലസ് H2H2O. പ്രശ്നമില്ലല്ലോ. 4 ചോദ്യം വരെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ 60 ചോദ്യം പഠിക്കണമെങ്കിൽ കുറെ ചോദ്യങ്ങൾ എന്ത് വരും മക്കളെ? കുറെ ചോദ്യം എന്തായിട്ട് വരും? റിപ്പീറ്റേഷൻ വരും. അപ്പൊ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, അത് പഠിക്കാം. നാളെ അപ്പൊ എന്തൊക്കെ പഠിച്ചിട്ട് വരിക? നാളേക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്തിട്ടെ. ഫ്യൂവൽ സെല്ലിന്റെ സെക്ഷൻ പഠിക്കുക, ഫ്യൂവൽ സെല്ലിന്റെ ഇക്വേഷൻസ് പഠിക്കുക, മാർക്ക് ചെയ്തിട്ടെ. ഇനി അറിഞ്ഞില്ല പഠിച്ചില്ല എന്ന് പറയില്ല, എല്ലാവരോടും കൂടി പറയുന്നത് കേട്ടാ. ഏത് പഠിക്കുക? ഫ്യൂവൽ സെല്ലിന്റെ 3 ഇക്വേഷൻ പഠിക്കുക, ആനോഡ് കാഥോഡ് ഓവറോൾ റിയാക്ഷൻ. പിന്നെ ഏത് പഠിക്കുക? ലെഡ് സ്റ്റോറേജ് സെല്ല് പഠിച്ചാൽ മതി, എല്ലാം കൂടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നാളെ ഫിസിക്സ് ആണല്ലോ എടുക്കണ്ടേ. ഏത് പഠിക്കുക? ലെഡ് സ്റ്റോറേജിന്റെ എന്ത് പഠിക്കണം? ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ. കുഴപ്പമില്ലല്ലോ. വേറെ വല്ലതും കയറ്റാൻ പറ്റുമോ? ഇനി വേറെ വേണ്ട, പഠിച്ചിട്ടില്ലല്ലോ ഇവനൊക്കെ, ബാക്കിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പ്രശ്നമില്ലല്ലോ. ശ്രദ്ധിച്ചേ, ഒരു മിനിറ്റ് ബുക്ക് എടുത്ത്